People often talk about drug addiction or alcohol addiction. But what about phone addiction? It's real. And it's affecting our sleep, our mental health, and even our family life. We all are slowly losing real connections because we are stuck to our screens. In this episode of MedVentures, we talk to psychiatrist Dr. Shailaja Ramkumar about how phone addiction is just as harmful as any other addiction and how it's silently hurting our society. Prefer English? Click the CC icon on your YouTube app to turn on subtitles. Don't miss this eye-opening talk. And if you care about your health and family, follow and subscribe to MedVentures for more honest health content. Hello everyone, welcome to MedVentures. We have a very special guest, a psychiatrist, Dr. Shailaja Ramkumar. Welcome to MedVentures. Namaste, Dr. Vivek. Yes. All the best. Yes. So, Madam, ഒരു 80s girl ആണ്. You have gone through a very fruitful childhood. ഇപ്പോൾ ഒരു 80s born ഗേളിന് സ്കൂളിംഗ് ഒക്കെ കഴിഞ്ഞു, MBBS ചേർക്കാൻ ഒരു ഐഡിയ വന്നു. ആ സമയത്തുള്ള പെൺകുട്ടികളെ ആലോചിക്കുന്നത് വെച്ചാൽ ഞാൻ ചിലപ്പോൾ ഒരു ഫിസിഷ്യൻ ആവാം, ഒരു ഗൈനക്കോളജിസ്റ്റ് ആവാം, ഡെർമറ്റോളജിസ്റ്റ് ആവാം. മാഡം എങ്ങനെയാണ് സൈക്കാട്രി എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് ചൂസ് ചെയ്തത്? Why not? ഓക്കെ. Why not? ഇപ്പൊ പറഞ്ഞ പോലെ വളരെ സുരക്ഷിതമായിട്ടുള്ള സന്തോഷമുള്ള ബാല്യം, കൗമാരം, തരക്കേടില്ലാണ്ട് പഠിക്കുമായിരുന്നു. സാധാരണ ഫാമിലി, അച്ഛൻ, അമ്മ, ബ്രദേഴ്സ്, എക്സ്ട്രാ കരിക്കുലർ കുറച്ച് അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും പഠിപ്പ് തന്നെ പ്രൈമറി. സത്യം പറഞ്ഞാൽ എനിക്ക് ബയോളജി ആയിരുന്നു ഓപ്ഷൻ. അപ്പൊ പിന്നെ സെക്കൻഡ് ഗ്രൂപ്പ്, ഞാൻ പ്രീ ഡിഗ്രി ആണ്. അപ്പൊ സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ നല്ലോണം പഠിക്കുന്ന കുട്ടികളുടെ ഒരു ഓപ്ഷൻ ഒന്നുകിൽ MBBS അല്ലെങ്കിൽ ടീച്ചിങ്. അങ്ങനെ ആയിരിക്കണം എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടായിട്ടുള്ളത്, ഡോക്ടർ ആവുക എന്നുള്ളൊരു ആഗ്രഹം വന്നത്. എപ്പോഴോ സ്കൂളിൽ പഠിക്കുമ്പോൾ 8ാം ക്ലാസ്സിലോ മറ്റോ ഒരു ടീച്ചേഴ്സ് ഇങ്ങനെ ചോദിക്കില്ലേ എന്താവണം, അപ്പൊ എപ്പോഴോ അറിയാതെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ആ വാക്കിന് കീപ്പ് ചെയ്യണമല്ലോ. അങ്ങനെയൊക്കെ ആയിരിക്കാം. അല്ലാണ്ട് പിന്നെ കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്, ഫാമിലിയിൽ ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അവരെ റോൾ മോഡലാക്കി അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല, അവരെന്നോട് ക്ഷമിക്കട്ടെ. MBBSന് പഠിക്കുമ്പോ സത്യം പറഞ്ഞാൽ ലാസ്റ്റ് ഫൈനൽ എക്സാം എഴുതണ വരെ എനിക്ക് ഉറപ്പില്ലായിരുന്നു ഞാനിത് കംപ്ലീറ്റ് ചെയ്യുമെന്ന്. എനിക്ക് അത്ര ടഫായിരുന്നു ശരിക്കും. MBBS കോഴ്സ് നല്ല ടഫായിരുന്നു. അത് കഴിഞ്ഞ് ഞാനൊരു ചെറിയ ബ്രേക്ക് എടുത്തു. എനിക്ക് മകൻ ഉണ്ടായപ്പം മകൻ ഒന്നൊരു ലെവലാവട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഓപ്ഷൻസ് ആലോചിച്ചു തുടങ്ങി. അതിൻ്റെ ഇടയിൽ കുഞ്ഞി സെന്റേഴ്സിലൊക്കെ വർക്ക് ചെയ്തു. അപ്പോഴും ഒന്നും നമുക്കൊരു ഐഡിയ ഇല്ല. ആക്ച്വലി നമ്മൾ MBBS കഴിഞ്ഞിട്ട് താങ്കൾക്ക് അറിയുണ്ടാവും, നമ്മൾ ഹൗസ് സർജൻസി ചെയ്യുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയുകയാണ്. ശരിക്കും പറഞ്ഞാൽ ജനറൽ മെഡിസിൻ, സർജറി, ഗൈനക്ക് ഇത് മാത്രമേ വലിയ പോസ്റ്റിങ്സ് ഉള്ളൂ. പിന്നുള്ളതെല്ലാം കുഞ്ഞു പോസ്റ്റിങ്സ് ആണ്. അപ്പോൾ ഓരോ പോസ്റ്റിങ്ങിലും ഇരിക്കും ഇതാ നല്ലത്, ഇത് തന്നെ വേണം, ഇങ്ങനെ വിചാരിച്ച ഒരു ഐഡിയ ഇല്ലാണ്ട് ലാസ്റ്റ് ഇത് തീർന്നു പുറത്ത് കിടന്നു. പിന്നെ ഒരു ചെറിയ ബ്രേക്ക് എടുത്തു. അത് കഴിഞ്ഞിട്ട് ശരി ഇനി PG ക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എൻട്രൻസ് ഒക്കെ നോക്കി തുടങ്ങുമ്പോൾ അപ്പോഴും ആ ഇന്റർവ്യൂവിന് ചെന്നിരിക്കണ വരെ എനിക്ക് ഒരു ഐഡിയയും ഇല്ല ഞാൻ സൈക്യാട്രി ആണ് എടുക്കുക എന്ന്. ഓഫ്തൽമോളജി ഉണ്ടായിരുന്നു, ഫിസിഷ്യൻ, ജനറൽ മെഡിസിൻ ഉണ്ടായിരുന്നു, സൈക്യാട്രി ഉണ്ടായിരുന്നു. ഞാൻ സൈക്യാട്രി ക്ലിക്ക് ചെയ്തു. ഞാൻ KMC മണിപ്പാലിലാണ്. ഗംഭീര ഡിപ്പാർട്ട്മെന്റ്, ഗംഭീര കോളേജ്, ഗംഭീര ലൈബ്രറി, നല്ല ക്ലാസ്മേറ്റ്സ്, സീനിയേഴ്സ്. സൈക്യാട്രി ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഇരുന്നു. സെക്കൻഡ് ഒരു ക്ലാസ് ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനു വേണ്ടിയാണ് ഞാൻ MBBS ചെയ്തത്, ഇതാണ് എൻ്റെ ഫീൽഡ് എന്ന്. എനിക്ക് 2 ദിവസം കൊണ്ടൊക്കെ പറയണത് ടു പ്രിമച്യൂർ. പക്ഷെ സ്റ്റിൽ ആ ക്ലാസ്സുകൾ, ആ ആദ്യത്തെ ഒരു കുറച്ച് ക്ലാസ്സുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഈ സൈക്യാട്രി ഈസ് ഫോർ മീ, അല്ലെങ്കിൽ ഐ എം ഫോർ സൈക്യാട്രി. വാട്ട് ഈസ് ദാറ്റ് വൺ തിങ് യു ഫെൽറ്റ് ഓക്കെ, ആ ഒരു ടോപ്പിക് ആണോ, ഒരു ടീച്ചർ ആണോ, വാട്ട് വാസ് ദാറ്റ് സ്പാർക്ക്? ഇല്ല, ഒന്നും സ്പെസിഫിക് ഇന്ന ടീച്ചറെ കൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാ ടീച്ചേഴ്സും ഒരുപോലെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. പല ഡയമെൻഷൻസിനെ അവര് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്.
ക്ലാസ്മേറ്റ്സും ഫ്രണ്ട്സും ഓരോരുത്തരും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പോട്ടെ പേഷ്യൻസ് ഓരോരുത്തരും. ഞാനൊക്കെ സൈക്യാട്രി എടുക്കുന്ന സമയത്ത് അത്ര റെയറും അല്ല, എന്നാൽ അത്ര ഓഫൺ അല്ല പെൺകുട്ടികള് സ്ത്രീകള് സൈക്യാട്രി എടുക്കല്. അത്ര റെയറൊന്നും അല്ല. ഞാൻ ആദ്യത്തെ ആള് അങ്ങനെയൊന്നും പറയാനൊന്നും പറ്റില്ല. നമ്മുടെ ആദ്യത്തെ സ്ത്രീ തന്നെ ലേഡി ഡോക്ടർ ശാരദാ മേനോൻ മദ്രാസില്, അവര് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു സൈക്യാട്രി ആ സമയത്ത് തന്നെ ലേഡീസ് എടുത്തിട്ടുണ്ട് എന്നർത്ഥം. പിന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സബ്ജക്റ്റിനെ, സൈക്യാട്രി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ, അതിന്റെ വ്യാപ്തിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓരോ പേഷ്യന്റിനും എന്നെ പഠിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്, ഓരോ ബൈസ്റ്റാൻഡറിനും എന്നെ പഠിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് വെറും വാക്ക് പറയുന്നതല്ല, അക്ഷരാർത്ഥത്തിൽ ഇപ്പോഴും ഓരോ പേഷ്യൻസ്. ഇനി ഇതില് ഏറ്റവും അത്ഭുതം എന്താന്ന് വെച്ചാൽ, ഞാൻ എതിർപ്പ് പ്രതീക്ഷിച്ച ആൾക്കാരിൽ നിന്നൊന്നും എനിക്ക് എതിർപ്പുണ്ടായില്ല. എന്തിനതെടുത്തു, എന്തുകൊണ്ട് ഗൈനക്ക് എടുത്തുകൂടാ, എന്തുകൊണ്ട് കുറച്ചും കൂടെ നോൺ ക്ലിനിക്കൽ എടുത്തുകൂടാ, എന്നാ പിന്നെ ഫാമിലിയുടെയും കൂടെ. പക്ഷെ ആരും അങ്ങനെ എന്നെ എതിർത്തില്ല. ഞാൻ വിചാരിക്കാത്ത ചില ആൾക്കാരാണ് എന്നെ എതിർത്തത്. ലൈക്ക് ഞാൻ പഠിപ്പ് കഴിഞ്ഞ് പ്രാക്ടീസ് തുടങ്ങി കഴിഞ്ഞപ്പോ എന്നോട് ആദ്യം ഇത് ചോദിച്ചത് ഒരു പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡറാ. എൻ്റെ അടുത്ത് വന്ന ഒരു സബ്സ്റ്റൻസ് അബ്യൂസ് പേഷ്യന്റ്, ഒരു ചെറുപ്പക്കാരൻ, അവരുടെ അമ്മ സർപ്രൈസിംഗ്ലി അവരൊരു സൈക്കോളജിസ്റ്റ് ആണ്. അവരെൻ്റെ അടുത്ത്, അന്ന് 2 യങ് അല്ലേ ഞാനും, അവരെൻ്റെ അടുത്ത് ചോദിച്ചു, എല്ലാം കഴിഞ്ഞ് പേഷ്യന്റ് പുറത്തു പോയി കഴിഞ്ഞിട്ട് ഇവർ തിരിച്ചു കയറി വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്തിനാ ഇത് ചൂസ് ചെയ്തേ ഈ സബ്ജക്ട്, ഇങ്ങനത്തവന്മാരുടെ കൂടെയൊക്കെ അല്ലേ ഡീൽ ചെയ്യേണ്ടി വരിക, നിങ്ങളൊക്കെ എന്തിനാ ഇതെടുത്തേ ആദ്യമായിട്ട്. ഞാൻ അന്ന് അതിനെ അങ്ങനെ തന്നെ ആ അർത്ഥത്തിൽ തന്നെ അവർക്കും ആരെങ്കിലും ഒക്കെ വേണ്ടേ സഹായിക്കാൻ എന്നുള്ള പോലെ അങ്ങനെ പറഞ്ഞു വിട്ടു. പക്ഷെ അല്ലാണ്ട് എനിക്ക് വലിയ എതിർപ്പൊന്നും ഉണ്ടായില്ല. ഇവിടെയുള്ള സീനിയേഴ്സും എല്ലാം വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു, കൈൻഡ് ആയിരുന്നു എന്ന് പറയണം. എനിക്ക് തരക്കേടില്ലാണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇറ്റ്സ് മോർ ദാൻ 25 years നൗ. തരക്കേടില്ലാണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു, എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പേഷ്യൻസിന്റെ കാര്യം അവരാണ് പറയേണ്ടത്. സോ വൈ സൈക്യാട്രി എന്നുള്ളതിന് ദിസ് ഇസ് ഫോർ മീ, ഐ എം ഫോർ ദാറ്റ് എന്ന് എനിക്ക് പറയേണ്ടി വരും. എന്താന്ന് വെച്ചാൽ, പേഷ്യൻസിനും സമൂഹത്തിനും എന്തെങ്കിലും ഗുണം ചെയ്തിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ, അത് അവരാ പറയണ്ടേ. പക്ഷെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളില്, എൻ്റെ പേഴ്സണൽ ലൈഫിലുണ്ടായ പല കാര്യങ്ങൾക്കും ഈ സബ്ജക്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഞാൻ എനിക്ക് തന്നെ ഒരു സ്റ്റാൻഡേർഡ് വെക്കുകയാണ്. ഞാനൊരു സൈക്യാട്രിസ്റ്റ് ആയിരുന്നു കൊണ്ട് ഈ ഇഷ്യൂവിൽ ഞാൻ എക്സംപ്ലറി ആയിട്ട് പെരുമാറണ്ടേ, അല്ലെങ്കിൽ ഐ എം നോട്ട് വർത്ത് സിറ്റിംഗ് ഓൺ ദ സീറ്റ്. അങ്ങനെയും എനിക്ക് പേഴ്സണൽ ഒരു സെൽഫിഷ് മോട്ടീവും കൂടെ അതിൽ വന്നു എന്നർത്ഥം. എടുക്കുമ്പോൾ ഇതൊന്നും ആലോചിച്ചിട്ടല്ല. പക്ഷെ ഐ വിൽ നെവർ റിഗ്രറ്റ്. ഇപ്പൊ മാഡം ഇൻട്രൊഡക്ഷനിൽ ഒരു വെരി ഇമ്പോർട്ടന്റ് ഒരു വാക്ക് യൂസ് ചെയ്തു, സബ്സ്റ്റൻസ് അബ്യൂസ്. ഇപ്പൊ എല്ലാവർക്കും സബ്സ്റ്റൻസ് അബ്യൂസ് കേൾക്കുമ്പോൾ ആൽക്കഹോൾ, സ്മോക്കിംഗ്, ഡ്രഗ്സ്, അതാണ് എല്ലാവരുടെയും ഒരു ഫസ്റ്റ് മനസ്സിൽ വരാം. ഞാൻ ഈ 3 യൂസ് ചെയ്യാത്ത ഒരാളാണ്. പക്ഷെ ഞാൻ ഒരു സബ്സ്റ്റൻസിൽ അഡിക്റ്റഡ് ആണ്. അത് മൊബൈൽ ഫോൺ. സോ ടുഡേ ഐ വോണ്ട് ടു ഹാവ് എ ലൈവ് ഡി അഡിക്ഷൻ കൗൺസിലിംഗ് മാഡമായിട്ട്, ദാറ്റ് ഇങ്ങനെ ഞാൻ ഇത് ഡി അഡിക്ഷൻ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് ഒരു സബ്സ്റ്റൻസ് അബ്യൂസ് ആണോ? നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വസ്തുവായിട്ട് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന, നമ്മുടെ സമയത്തിനെയും മറ്റു കാര്യങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു വസ്തുവായിട്ടിരിക്കുന്നത് ഏതോ അത് അൺഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ അതൊരു സബ്സ്റ്റൻസ് ഓഫ് അഡിക്ഷൻ ആണ്. നമ്മൾ കാലങ്ങളായിട്ട് കണ്ടും കേട്ടും പരിചയമുള്ള സാധനങ്ങൾ, ആൽക്കഹോൾ, പുകയില പല രൂപത്തില്, കഞ്ചാവ്, പിന്നെ അതിന്റെ അപ്പുറമുള്ള വലിയ വലിയ സാധനങ്ങൾ ABCD തൊട്ടിങ്ങോട്ടുള്ളതെല്ലാം പല വിധത്തില് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിൽ ചേർത്താൽ ഉണ്ടാവുന്ന സാധനങ്ങൾ. ഇതിനെയൊക്കെ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എന്ന് പറയും. എന്താന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മുടെ ബ്രെയിനിൽ ആക്ട് ചെയ്തിട്ട് നമുക്കൊരു പ്ലഷർ, ദോ ടെമ്പററി, അങ്ങനെ തരും. കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ സിസ്റ്റത്തിനെ മുഴുവനും കൺട്രോൾ ചെയ്ത് തുടങ്ങും. നമുക്കൊരു നോർമൽ ലെവലിൽ ഇരിക്കാനായിട്ട് ഈ ഒരു വസ്തുവിന്റെ ഒരു അളവ് ശരീരത്തിൽ ഉണ്ടാവണം എന്നുള്ള നില വരും. ഇങ്ങനെയാണ് നമ്മൾ ഡിപ്പെൻഡന്റ് ആവുന്നത്. ഈ വസ്തു ഉണ്ടെങ്കിലേ എനിക്ക് രാവിലെ എണീറ്റിട്ട് ഫങ്ഷനിൽ ആവാൻ പറ്റുള്ളൂ എന്നുള്ളൊരു നില. പിന്നെ ഈ വസ്തുവിലേക്ക് എൻ്റെ എല്ലാ ശ്രദ്ധയും, മെയിൻ ശ്രദ്ധ അതിലേക്കായിരിക്കും. ഞാൻ രാവിലെ എണീറ്റാൽ ഇന്ന് വൈകുന്നേരം എനിക്ക് എപ്പോൾ കള്ളുപിടിക്കാൻ പറ്റും?
അതിലേക്കായിരിക്കും നമ്മുടെ ലക്ഷ്യം മുഴുവനും. അത് എങ്ങനെയൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടിയിട്ടായാലും ഞാനത് നേടിയിരിക്കും. എൻ്റെ ബന്ധങ്ങൾ ഇമ്പോർട്ടൻ്റ് അല്ല, എൻ്റെ ജോലി ഇമ്പോർട്ടൻ്റ് അല്ല, എൻ്റെ നോർമൽസിയും എൻ്റെ ഹെൽത്തും പോലും ഇമ്പോർട്ടൻ്റ് അല്ല. തൽക്കാലത്തെ ഈ ഒരു വസ്തു കൊണ്ടുള്ള പ്ലഷർ. ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നത് എപ്പോഴും ഇത് ബ്രെയിനിൽ ചില പ്രത്യേക ഏരിയാസിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ് ആണ്. ചിലത് സ്റ്റിമുലൻസ് ആണ്, ചിലത് ഡിപ്രസൻസ് ആണ്. ബ്രെയിനിൽ ഉണ്ടാവുന്ന ന്യൂറോ കെമിക്കൽ വസ്തുക്കൾ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഇതിലെ അളവിൽ ഉണ്ടാവുന്ന വേരിയേഷൻസ് ആണ് ഈ ഒരു അവസ്ഥയ്ക്ക്, ഈ ഒരു അഡിക്ഷനാണെങ്കിലും പ്ലഷറബിൾ ഫീലിങ്ങിനാണെങ്കിലും ഒക്കെ കാരണമാവുന്നത്. ഈ കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനും ഡോക്ടർ വിവേകും ഒക്കെ സോ കോൾഡ് നോർമൽ ആയിട്ട് ഇരിക്കുന്നത് ഈ വസ്തുക്കളൊക്കെ ബാലൻസിൽ നമ്മുടെ ബ്രെയിനിന്റെ പ്രത്യേക ഏരിയകളിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. സേ ഫോർ എക്സാമ്പിൾ സെറോട്ടോണിൻ, ഡോപ്പമീൻ, അസിറ്റൽകോളിൻ, എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിൻ, ഇങ്ങനെ കുറെ കെമിക്കൽസ് അത് അതാത് സ്ഥലത്ത് കൃത്യമായിട്ട് ഇരിക്കുമ്പോൾ, ഒരേ അളവ് എന്നല്ല ഉദ്ദേശിക്കുന്ന ബാലൻസിൽ ഇരിക്കുമ്പോൾ അത് നമ്മളെ നോർമലാക്കി ഇരുത്തുന്നു. ഇതില് തന്നെ ചില വസ്തുക്കൾ നമുക്കൊരു സാധാരണ ഒരു അനുഭവം ഉണ്ടാവുമ്പോൾ ഏറുകയും കുറയുകയും ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു പരീക്ഷയിൽ നന്നായിട്ട് പാസ്സായി, നല്ല മാർക്കിൽ പാസ്സായി, അത് എൻ്റെ ബ്രെയിനിലെ ചില കെമിക്കൽസിനെ കൂട്ടും. ഐ ഫീൽ ഹാപ്പി. കുറച്ച് കഴിയുമ്പോൾ ഇത് തന്നെ താഴേക്ക് ഇറങ്ങി ബാലൻസിലേക്ക് എത്തും. സോ മൈ മൂഡ് ബിക്കംസ് നോർമൽ. ഇതേപോലെ തന്നെ ഒരു ഷോക്കിംഗ് അനുഭവം ഉണ്ടാവുമ്പോൾ, ഒരു വിഷമുള്ള അനുഭവം ഉണ്ടാവുമ്പോൾ ചില കെമിക്കൽസ് വ്യത്യാസം വരും. അതും കുറച്ച് കഴിയുമ്പോൾ തന്നെ താഴേക്ക് ഇറങ്ങും. ഇതേ ഇഫക്റ്റ് ചില ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കെമിക്കൽസ് വഴി, ആൽക്കഹോളും കെമിക്കലാണ്, നിക്കോട്ടിനും കെമിക്കലാണ്. സോ ദാറ്റ് വേ നമുക്ക് എല്ലാം കെമിക്കൽ സബ്സ്റ്റൻസസ് എന്ന് പറയാം. ഈ വസ്തുക്കള് ദേഹത്ത് ചെന്നിട്ട് ഇതേ ഇഫക്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കാനല്ലേ ആഗ്രഹമുള്ളത്. ആ ഹാപ്പിനെസ്സിന് വേണ്ടി നമ്മൾ ഇത്തരം ചില കെമിക്കൽസിനെ ആശ്രയിക്കുന്നു. എല്ലാവരും ഇത് ഉപയോഗിക്കുന്നവരെല്ലാരും പറയുന്ന കാരണങ്ങൾ ഇതാ: സന്തോഷം കിട്ടാൻ, സങ്കടങ്ങൾ മറക്കാൻ, കമ്പനി ഇല്ലാത്തപ്പോ, ബോർഡം വരുമ്പോ, കമ്പനി ഉള്ളപ്പോ എൻജോയ് ചെയ്യാൻ, ഇങ്ങനെ കോൺട്രാസ്റ്റുകളാണ് എപ്പോഴും പറയുന്നത്. ഇത്തരം വസ്തുക്കളുടെ ഉപയോഗത്തിനെ സസ്റ്റെയിൻ ചെയ്യാനും ഇങ്ങനെയുള്ള പ്ലഷറും കെമിക്കൽ ചേഞ്ചസും ആണ് കാരണമാവുന്നത്. അങ്ങനെ നോക്കുമ്പോ തീർച്ചയായിട്ടും മൊബൈൽ, ഞാൻ ആ വാക്കിന് പകരം ഞാൻ റാദർ സ്ക്രീൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കും. എല്ലാ സ്ക്രീനുകളും അങ്ങനത്തെ ഒരു പ്ലഷറബിൾ ഇഫക്റ്റ് ആണ് നമുക്ക് തരുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബോറടിക്കുമ്പോൾ, കമ്പനിയുള്ളപ്പോൾ ഒരുമിച്ചിരുന്ന് എൻജോയ് ചെയ്യാൻ, സങ്കടം വരുമ്പോൾ അത് മറക്കാൻ, സന്തോഷം വരുമ്പോൾ അതിനെ ഇൻക്രീസ് ചെയ്യാൻ ഒക്കെ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സ്ക്രീനുകളും സബ്സ്റ്റൻസസ് ഓഫ് അബ്യൂസ് തന്നെയാണ്. ഇതിലൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, സ്ക്രീനിന്റെ സൈസ് കൂടുന്തോറും പ്രശ്നങ്ങൾ കുറവാ. ഞാൻ കണ്ടന്റിനെ അല്ല ഉദ്ദേശിച്ചേട്ടോ, അതല്ലാണ്ടുള്ള ദോഷങ്ങൾ. സിനിമ സ്ക്രീൻ, TV സ്ക്രീൻ, മൊബൈൽ, ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, പിന്നെ കുറെ സാധനങ്ങളില്ലേ, ഐപാഡ്, ടാബ്, എന്തൊക്കെയോ ഇല്ലേ, ഇതിന്റെ ഒക്കെ സ്ക്രീനുകളിൽ നിന്നുണ്ടാവുന്ന ദോഷങ്ങള് സൈസ് കുറയും തോറും ഇന്റൻസിറ്റി കൂടും, ഡാമേജ് കൂടും. അങ്ങനെയാണ് കാണുന്നത്. അപ്പോ is there a definition for calling someone ഒരു മൊബൈൽ അഡിക്റ്റ്? അതെ, ഏത് അഡിക്ഷനും ഒരേ ഡെഫിനിഷനാണ്. അതിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇതാവുക, എൻ്റെ സമയം മുഴുവനും കൺസ്യൂം ചെയ്യുന്നത് ഈ ഒരു വസ്തുവാവുക, എൻ്റെ ബന്ധങ്ങളെയും എൻ്റെ നോർമൽ ലൈഫിനെയും ഹെൽത്തിനെയും വർക്കിനെയും ഒക്കെ ഇത് ബാധിക്കുക ഇൻ ദ നെഗറ്റീവ് വേ. അങ്ങനെയാണെങ്കിൽ യു ആർ അഡിക്റ്റഡ് ടു ദാറ്റ്. ലെറ്റ് ഇറ്റ് ബി ആൽക്കഹോൾ, ലെറ്റ് ഇറ്റ് ബി നിക്കോട്ടിൻ, ലെറ്റ് ഇറ്റ് ബി സ്ക്രീൻ. ഞാൻ രാവിലെ എണീറ്റാൽ ഫോണിലേക്കാണ് നോക്കുന്നത്, അല്ലെ? എൻ്റെ മെയിൻ ടൈം ഈ ഫോണിന്റെ സ്ക്രീനിനെ ഓൺ ചെയ്ത് വെച്ചും കൊണ്ടാണ്. ഞാൻ അതിലേക്ക് നോക്കണുണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലും, പക്ഷെ അതവിടെ ഓൺ ആയിരിക്കണം. നമ്മൾ അതിന് പറയുന്ന പല കാര്യങ്ങളും നമ്മൾ ഇൻ കമ്മ്യൂണിക്കേഷൻ വിത്ത് മെനി പീപ്പിൾ ആവുക, അത് നീഡാണ്. അത് ഇല്ലാന്നുണ്ടെങ്കിൽ ഐ വിൽ ബി ഔട്ട് ഓഫ് ടച്ച്, ഐ വിൽ ബി ഔട്ട് ഓഫ് ദ ഫീൽഡ് എന്നൊക്കെയാണ് പറയുക. പക്ഷെ നമ്മൾ ഇതേ ജോലികളൊക്കെ ചെയ്തും കൊണ്ട് ഈ മൊബൈൽ ഫോൺ വരണതിന് മുമ്പും ജീവിച്ചിരുന്നു. അത് ആ ആൾക്കാരത് ഓർക്കണില്ല. പിന്നെ കുറച്ച്
പുതിയ ജനറേഷൻ എന്ന് നമ്മൾ പറയുമെങ്കിലും ഞാൻ അതിനോട് അഗ്രി ചെയ്യുന്നില്ല. കാരണം ഈ ഒരു വസ്തുവിന്റെ അഡിക്ഷന് പ്രായം, ജെൻഡർ, ജോലി, എഡ്യൂക്കേഷൻ ലെവൽ ഒന്നും ബാധകമല്ല. എല്ലാവരും ഏറ്റവും സോഷ്യലിസം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് സ്ക്രീൻ അഡിക്ഷൻ. അപ്പൊ എന്റെ ലൈഫിലത്തെ മെയിൻ, എന്റെ അച്ഛനോ അമ്മയോ ഭർത്താവോ കുഞ്ഞുങ്ങളോ എന്റെ സഹോദരങ്ങളോ ഒന്നുമല്ല, ഫോണാണ് മെയിൻ. അങ്ങനെ വന്നാൽ ഞാൻ ഫോണിനോട് അഡിക്റ്റഡ് ആണെന്ന് തന്നെ പറയാം. ഇപ്പൊ മാഡം പറഞ്ഞൊരു പോയിന്റ്, ലാർജർ ദ സ്ക്രീൻ ലെസർ ദി അഡിക്ഷൻ, അതിനെ പറ്റി കുറച്ചുകൂടി എങ്ങനെയാണ് ഞങ്ങളുടെ ബ്രെയിനിനെ അത് ഒരു എഫക്ട് ചെയ്യണമെന്നൊന്ന് പറയും. ഒരു എക്സാമ്പിൾ എടുക്കൂ. നമ്മള് സിനിമയോട് അഡിക്റ്റഡ് അല്ല, തിയേറ്ററിൽ പോയി കാണുന്ന സിനിമയോട്. റിലീസ് ചെയ്യുന്ന എല്ലാ സിനിമകളും ഞാൻ കാണുന്നുണ്ടെങ്കിൽ പോലും ഞാൻ അതിനോട് അഡിക്റ്റഡ് ആവണില്ല. കാരണം രാവിലെ എണീറ്റാൽ ഏത് സിനിമയ്ക്ക് പോകുന്നല്ല ഞാൻ ആലോചിക്കണേ. പക്ഷെ ഫോൺ അങ്ങനെയല്ല, ലാപ്ടോപ്പ് അങ്ങനെയല്ല, അല്ലെ? ഒരു കാലത്ത് ടി വി അങ്ങനെയായിരുന്നു. ഇപ്പൊ ടി വി പോലും എന്താ കാരണം? നമുക്ക് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള, ഹാൻഡി ആയിട്ടുള്ള മറ്റ് ഗാഡ്ജറ്റ്സ് വന്നപ്പോ നമുക്ക് പതുക്കെ ടി വിയും മാറ്റി വെക്കാൻ പറ്റി. ആക്ച്വലി ഇത് അങ്ങനത്തെ ഒരു കാര്യമാണ്. കണ്ടന്റ് നമ്മൾ തിയേറ്ററിൽ പോയി കാണുകയായാലും ടി വിയിലായാലും മൊബൈലിലായാലും നമ്മൾ കാണുന്ന കണ്ടന്റിന്റെ ഗുണവും ദോഷവും അങ്ങനെ തന്നെ നിൽക്കും. ചെറിയ സ്ക്രീൻ ആവുമ്പോ ഇപ്പം സ്പൈൻ സർജനോട് ഞാൻ പറയണ്ട, ഇതിന്റെ ഫിസിക്കൽ ദോഷങ്ങൾ അറിയാലോ, നമുക്ക് പറയാം. പക്ഷെ ഈ ഇന്റൻസ് ലൈറ്റ്, ബ്ലൂ ലൈറ്റ് അല്ലെ, ഈ ഇന്റൻസ് ലൈറ്റ് കൊണ്ടുള്ള ദോഷവും ചെറിയ സ്ക്രീൻ ആവുമ്പോൾ ചെറിയൊരു ഏരിയയിലേക്ക്, നമ്മുടെ റെറ്റിനയിലേക്ക് അത് കൂടുതൽ ഡാമേജ് അല്ലേ ചെയ്യണേ. വൈഡായിട്ട് സ്പ്രെഡ് ആയിട്ട് പോകുന്ന ഒരു സംഭവം സ്ട്രെയിറ്റ് നമ്മളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ അത് ചൂസ് ചെയ്യണതും. അങ്ങനെ ഒരു സയന്റിഫിക് ആയിട്ട്, ഒരു മെഡിക്കലി പറയുമ്പോൾ അതാണ് അതിലത്തെ മെയിൻ കാര്യം. ഈസിലി ഹാൻഡി ആയിട്ടിരിക്കുക ഫോൺ, പിന്നെ നമുക്ക് ആക്സസിബിൾ ആണ് ഈസിലി. അതൊക്കെ കൊണ്ടാണ് ഇത് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ ടി വി ഓൺ ചെയ്യുകയാണെങ്കിലും അത് നമ്മുടെ വീട്ടിലുള്ളതാണ്, നമുക്ക് ചെയ്യാം. പക്ഷെ നമുക്ക് ഈ ഒരു ഇതിന്റെ കണ്ടന്റിനെ വല്ലാണ്ട് സീക്രട്ടീവ് ആക്കാൻ പറ്റില്ല. വലിയ സ്ക്രീൻ ആവുമ്പോൾ എന്റെ പ്ലഷർ, എന്റെ മാത്രം പ്ലഷർ ആയിട്ടിരിക്കുന്ന പല സിറ്റുവേഷൻസും ഇല്ലേ, ഐ ഡോണ്ട് നെയിം ഇറ്റ്. അപ്പൊ അങ്ങനത്തെ ഒരു പ്ലഷറിലേക്കാണ് ഇത്, ഇന്റൻസ് പ്ലഷറിലേക്കാണ് ടെലിഫോൺ സ്ക്രീൻ, മൊബൈൽ ഫോൺ സ്ക്രീൻ പോകുന്നത്. ഐ തിങ്ക് യെസ്, പ്രൈവറ്റ് സ്പേസ്, പ്രൈവറ്റ് ഗാഡ്ജറ്റ്, പ്രൈവറ്റ് കണ്ടന്റ്സ് ഓഫ് വാച്ചിങ്. അവർക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ ഫോക്കസ് ചെയ്യാം. മറ്റേതാവുമ്പോ കുറച്ചുകൂടി ഒരു വൈഡർ, മിനിമം ഒരു സോഷ്യൽ ഇഫക്റ്റ് വരും അതിന്. അറ്റ്ലീസ്റ്റ് എന്റെ അപ്പുറത്തോ ഇപ്പുറത്തോ ഒരാളുണ്ടെങ്കിൽ അവരും കൂടെ കാണും. അപ്പൊ ഞാൻ കാണുന്നത് മാന്യതയുള്ളതാവണം എന്ന് എനിക്കൊരു നിർബന്ധം ഉണ്ടാവില്ലേ സാധാരണ നിലയ്ക്ക്. ഇപ്പൊ ഒരു കറന്റ് സിനാരിയോ, ഇഫ് യു ലുക്ക് എനിവെയർ ഓൺ ന്യൂസ് പേപ്പർ, യൂട്യൂബ്, എല്ലാരെയും കുട്ടികളിനെ ഫോക്കസ് ചെയ്യുക, കുട്ടികളുടെ സ്ക്രീൻ ടൈം കൊടുക്കാതിരിക്കുക, അതൊക്കെയാണ് പറയുന്നത്. പക്ഷെ എന്റെ ഒരു കാഴ്ചപ്പാടില് my parents, my grandparents, everyone is equally addicted to screens. Now, do we really need to give കുട്ടികൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കണോ, അതോ അഡൽട്സിനും ഈ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അവയർനെസ് ആവശ്യമാണ്? നമുക്ക് ദോഷങ്ങൾ പറയും മുമ്പ് ഞാൻ അതിന്റെ ഗുണങ്ങൾ പറയട്ടെ. ഈ സ്ക്രീനുകളെല്ലാം അത്ര ദോഷമുള്ള പോയ്സൺസ് അല്ല, സയനൈഡ് പോലെയൊന്നും അല്ല. എന്തിനും രണ്ട് വശം ഉണ്ട് എന്നുള്ള പോലെ ഈ സ്ക്രീനുകൾക്ക്, റാദർ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് കുറെ നന്മകളുണ്ട്. നമ്മളിപ്പോ ഈ സംസാരിക്കുന്നത് തന്നെ ലോകത്തിലേക്ക് എത്താൻ പോണത് എങ്ങനെയാ? അപ്പൊ നമ്മൾ അതിനെ അബ്യൂസ് ചെയ്യണ്ട, നമ്മൾ അതിനെ ചീത്ത പറയണ്ട. ഇപ്പോ ഉപയോഗിക്കുന്ന ആളുടെ മനോധർമ്മവും കൾച്ചറും ഇൻട്രസ്റ്റുകളും ഒക്കെ വെച്ചിട്ടാണ് നല്ലതാണോ ചീത്തയാണോ ഇതുകൊണ്ട് ഉണ്ടാവണേ എന്നുള്ളത് നമുക്ക് നിശ്ചയിക്കാം. ഇപ്പോ കത്തി കൊണ്ട് എനിക്ക് വെജിറ്റബിൾ മുറിക്കാം, പൂക്കൾ മുറിച്ചെടുക്കാം, ഒരാളെ കുത്തിക്കൊല്ലാം. കത്തിയുടെ കുഴപ്പമാണോ ഉപയോഗിക്കുന്ന ആളുടെ കുഴപ്പമാണോ? ഉപമ ശരിയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ എനിക്കിപ്പോ പറയാൻ തോന്നിയ ഏറ്റവും വലിയ ഉദാഹരണം അതാണ്. സെയിം വേ സ്ക്രീനും ഇന്റർനെറ്റും. ഇനി ദോഷങ്ങളിലേക്ക്, ഇതിപ്പോ ഒരു ജസ്റ്റ് ഒരു പോസിറ്റീവ്, അതിനെ ഡീറ്റെയിൽ ചെയ്യാനാണെങ്കിൽ കുറെ ഉണ്ട്. പോസിറ്റീവ്സ് പറയാനല്ലല്ലോ നമ്മളിപ്പോ. ജീവൻ രക്ഷിക്കുന്ന
അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്ക്രീൻ കൊണ്ട്. ജീവനും ജീവിതവും നശിപ്പിക്കുന്ന അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതേ മൊബൈൽ ഫോൺ കൊണ്ട് തന്നെ. ഇൻഫർമേഷൻസ് കൈമാറ്റം ചെയ്യാൻ, ഇമ്മീഡിയറ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാനൊക്കെ നല്ലോണം സഹായിക്കണില്ലേ. ഇപ്പോൾ ലാൻഡ് ഫോൺ ഉണ്ടെങ്കിൽ പോലും അതിനെക്കാട്ടിലും ഹാൻഡിയാണ്, നമുക്ക് കൂടുതൽ ആക്സസിബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് അതിനെ അധികം കുറ്റമൊന്നും പറയണ്ട. പക്ഷെ അതേസമയം ഇതിന്റെ ദോഷങ്ങൾ പറയുകയാണെങ്കിൽ നമുക്കൊന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ എന്ന് പറയാം. അത് രണ്ടും ഒരുമിച്ച് വരും. ഫിസിക്കൽ ആസ് യു നോ തുടങ്ങുന്നത് തന്നെ കണ്ണ്. എന്തൊക്കെ പ്രശ്നങ്ങളുള്ളത്, എന്താ റീൽ വിഷൻ സിൻഡ്രോം ഒക്കെ പറഞ്ഞുകൊണ്ട് പേരുകൾ തന്നെ വന്നു. നമ്മുടെ പഴയ സിൻഡ്രോംസ് ഒന്നും അല്ല ഇപ്പോ. ഏറ്റവും കൂടുതൽ അതിന്റെ പ്രശ്നം വരുന്നത് കുട്ടികളിലാണ്. കാരണം അവര് ടു നെയ്വ് ആൻഡ് ടു ഇമ്മച്യൂർ ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ. അവരുടെ ബ്രെയിനും സ്കള്ളും എല്ലാ ഓർഗൻസും ഗ്രോയിങ് സ്റ്റേജിലല്ലേ. അപ്പോൾ ഗ്രോയിങ് സ്റ്റേജിൽ ഒരു ഇൻസൾട്ട് ഉണ്ടാവുമ്പോൾ അതിന്റെ ഡാമേജസ് കൂടുതലാണ്. ഒരു ഓഫ്താൽമോളജിസ്റ്റിന്റെ അടുത്ത് ചെല്ലുന്ന ചെറിയ കുട്ടികൾ പണ്ടൊക്കെ അധികവും മയോപിയ ആയിരുന്നു. ഇപ്പൊ അതിനെക്കാട്ടിലും ഡ്രൈ ഐ, ബ്ലഡ് വിഷൻ, കോൺസെൻട്രേഷൻ കിട്ടണില്ല, ഹെഡേക്ക്, പല പല കംപ്ലൈൻസ് ആയിട്ടാണ് ചെല്ലുന്നത്. ഇവരോടൊക്കെ ഇപ്പോ ആദ്യം ചോദിക്കുന്നത് എങ്ങനെ മൊബൈല്, വേറെ ഒരു ട്രീറ്റ്മെന്റും വേണ്ട, ഈ സ്ക്രീൻ ടൈം കുറയ്ക്കുക മാത്രമേ പലപ്പോഴും വേണ്ടി വരുന്നുള്ളൂ. ഇനി സ്പൈൻ സർജനോട് പറയണ്ട സ്പൈനിൽ ഉണ്ടാവുന്ന ദോഷങ്ങൾ. കാരണം ഇതിന്റെയൊക്കെ ഒരു പൊസിഷന്റെ സംഭവം ഉണ്ടല്ലോ, ഇത് നോക്കാനുള്ള ആ പോസ്ചറിന്റെ സംഭവം ഉണ്ടല്ലോ. അപ്പം സെർവൈക്കൽ വെർട്ടിബ്രേ തൊട്ട് താഴേക്കുള്ള എല്ലാ അതിനും പ്രശ്നങ്ങള്. ഇപ്പം മാറാത്ത ബാക്ക് ഏക്ക്, ഹെഡ് ഏക്ക് പ്രശ്നങ്ങള്. സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ കാര്യം നമ്മുടെ പ്രൊഡക്റ്റീവ് ടൈം നമ്മൾ ഇതിലേക്ക് കൊടുക്കുമ്പോൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ പോകുന്നില്ലേ. അങ്ങനത്തെ കാര്യങ്ങളിലും അഡൾട്ട്സിനേക്കാൾ കുട്ടികളിലാണ് അതിന്റെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഏത് പ്രായത്തിലും അമൃത അധികം കഴിച്ചാലും ദോഷം. അതേ കാര്യമാണ് ഇവിടെ. കുട്ടികളിലാവുമ്പോൾ അതിന്റെ ഡാമേജസ് കുറച്ച് കൂടുതലുണ്ട്. ഒന്ന് ഗ്രോയിങ് ബോഡി, അതിന്റെ ദോഷങ്ങള്, പിന്നെ അവർ ആ സമയത്ത് ഉപയോഗിക്കേണ്ട രീതികള് പെർവേർട്ടഡ് ആവുക. ഐ എം സോറി ടു യൂസ് ദാറ്റ് വേർഡ്. കോവിഡ് സമയം ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഉപയോഗത്തിനെ ലീഗലൈസ് ചെയ്തു, അല്ലെങ്കിൽ എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു സംഭവമാണ്. അത് ഗവൺമെന്റും ടീച്ചേഴ്സും പേരൻസും ഒക്കെ സമ്മതിക്കുന്ന ഒരു കാര്യമായി എന്നുള്ളത് ഇപ്പോഴത്തെ ഈ ഒരു സർജിന് കാരണമാവുന്നുണ്ട്. ഇത് കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ പഠിക്കാനാണോ ഉപയോഗിക്കണേ വേറെ എന്തിനെങ്കിലും ആണോ എന്ന് നമുക്ക് അറിയണില്ല. അവിടെയാണ് ഇതിന്റെ കറക്ഷൻ പോയിന്റ് വരുന്നത്. ശരിക്കും പഠിക്കാനായിട്ടുള്ള മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുന്നതും ഹോംവർക്ക് പറയുന്നതും ഇൻസ്ട്രക്ഷൻസ് ടീച്ചേഴ്സ് കൊടുക്കുന്നതും ഒക്കെ ഇതിൽ കൂടെ തന്നെയാണ്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത് അങ്ങനെ തൊടാൻ പാടില്ല, പകരണ രോഗമാണ് എന്നുള്ളതല്ല. പക്ഷെ അതിനൊരു ടൈം വെച്ചാൽ നല്ലതാണ്. പഠിക്കാനുള്ള സമയം അതിനു വേണ്ടി ഉപയോഗിക്കുന്ന സ്ക്രീൻ ടൈം ഒരു പ്രശ്നവുമില്ല. പക്ഷെ അതിന്റെ കൂടെ എന്റർടൈൻമെന്റും കൂടെ വരുമ്പോൾ 1+1 2 അല്ല, 3ഉം 4ഉം ആവുകയാണ്. അതിന്റെ ദോഷങ്ങളും അങ്ങനെ തന്നെ വരികയാണ്. നാച്ചുറലി നമുക്ക് ഇരുന്ന് കണക്ക് പഠിക്കാനാണോ അതോ ഒരു ഗെയിം കളിക്കാനാണോ ഇഷ്ടാവുക? നമുക്കും ഗെയിം. കുട്ടികൾ അതിലേക്ക് കൂടുതൽ ടെംപ്റ്റഡ് ആവും. അവർക്ക് ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ് ആഗ്രഹം. പിന്നെ ആവാം പഠിച്ചു കഴിഞ്ഞിട്ട് തരാം എന്ന് പറയുമ്പോൾ ശരി ഞാൻ പഠിക്കാം എന്ന് പറഞ്ഞിട്ട് ഇത് മേടിക്കും. അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴാണ് ഈ ഹോംവർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത് ബോധ്യം വരിക. അപ്പൊ അതിനു വേണ്ടി വീണ്ടും ടൈം ഇത് സ്ക്രീനിന്റെ മുമ്പിൽ ഉപയോഗിക്കുകയാണ്. ഇതേപോലെ തന്നെയാണ് ഒരു കുറച്ചും കൂടെ മുതിർന്ന ഒരാള് സ്വന്തം ജോലിക്കും അല്ലെങ്കിൽ വീട്ടിലത്തെ കാര്യങ്ങളും നോക്കണതിന് പകരം സ്ക്രീനിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ചെയ്യാം, കുട്ടി വന്നിട്ട് അമ്മ വിശക്കണു എന്ന് പറയുമ്പോ ഇപ്പൊ തരാം ഇത് ഇവിടെ ഇമ്പോർട്ടന്റ് കാര്യം ചെയ്തുകൊണ്ടിരിക്കുക, രാജ്യം ഭരിക്കുകയല്ലേ ഫോണിൽ കൂടെ. അതും അബ്നോർമലാണ്. പ്രായമായ ഒരാള് അവര് സാധാരണ അവരെന്നല്ല എല്ലാവരും പുറത്തിറങ്ങി കുറച്ച് ശുദ്ധവായു ശ്വസിക്കുകയും നടക്കുകയും എക്സസൈസ് കിട്ടുകയും സോഷ്യലൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ട. അത് ഈ പ്രായത്തിലൊക്കെ ആവശ്യമുള്ള കാര്യം കേട്ടോ. അങ്ങനെ ചെയ്യേണ്ടടുത്ത് മൊബൈലും വെച്ചിരുന്നാൽ ഈ കമ്മ്യൂണിറ്റീസ് ഗ്രൂപ്പുകൾ ഉള്ളത് കൊണ്ട് വി ഫീൽ വെരി ഗുഡ്. ശരിയാണ്. പക്ഷെ ഞാനൊരു
അനുഭവം പറയാം. എൻ്റെ ഒരു പേഷ്യൻറ്റിന് അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ്, ഒരു സ്ത്രീയാണ്. എപ്പോഴും അവരുടെ കൂടെ വരുന്നത് അവരുടെ മകനാണ്, ഒരു ടീനേജർ, എനിക്ക് തോന്നുന്നു എഞ്ചിനീയറിങ്ങിനോ മറ്റോ പഠിക്കുന്ന ഒരു കുട്ടി. അമ്മയും മോനും മാത്രമേ ഉള്ളൂ നാട്ടില്, അച്ഛൻ പുറത്താണ്. ഇവർക്കൊരു അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ് വന്നപ്പോ ലേഡിക്ക് അവര് അഡ്മിറ്റ് ചെയ്യണം, സർജറി ചെയ്യണം. അപ്പോ സർജൻ അനസ്തറ്റിസ്റ്റ് എൻ്റെ അടുത്തേക്ക് വിട്ടേക്കാണ്, ഈ മരുന്നുകൾ കഴിക്കണ്ടല്ലോ, എന്തെങ്കിലും മാറ്റം വേണോ, ഇന്നല്ലെങ്കിൽ നാളെ ചെയ്യേണ്ടതാണ്. അപ്പോ നമ്മൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, മോനെ ആരാ അമ്മയുടെ കൂടെ നിൽക്കാനുണ്ടാവുക? ഞാനുണ്ട്. ശരി, മോനൊന്ന് ഉറങ്ങ്, മോനൊന്ന് പുറത്തേക്ക് പോവുക ചെയ്യണമെങ്കിൽ പകരം നിൽക്കാൻ ആരാ? എനിക്ക് ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട്, ആര് വേണമെങ്കിൽ ഞാൻ വിളിച്ചാൽ വന്ന് കൂടെ നിൽക്കും. അപ്പൊ ഞാൻ ശരി വിളിക്കുന്ന, മോൻ തന്നെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും, വിളിക്കേ. അരമണിക്കൂറിന് ശേഷം എനിക്ക് ഈ കുട്ടി എന്നെ വിളിച്ചേക്കുക, ആരും വരാൻ തയ്യാറില്ല മാഡം. അപ്പൊ ചോദിച്ചു, മോന്റെ 100 ഫ്രണ്ട്സ് ഒക്കെ എവിടെ പോയി? അല്ല, അവരൊക്കെ എൻ്റെ ഗ്രൂപ്പ്സിലൊക്കെ ഉള്ള എൻ്റെ ഓൺലൈൻ ഫ്രണ്ട്സ് ഒക്കെയാണ്. ഞാൻ വിചാരിച്ചു വിളിച്ചാ വരുന്ന, ഫ്രണ്ട്ലി ആണല്ലോ അവരൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു വിളിച്ചാ വരുന്ന. എല്ലാരും ഒന്നാമത് അവരൊന്നും നാട്ടിൽ ഇവിടെ ഒന്നും അല്ല എന്നുള്ളത് തന്നെ ആ കുട്ടിക്ക് മനസ്സിലാവണില്ല. അപ്പൊ എന്താ, ഇവരൊക്കെ ഒരു വെർച്വൽ വേൾഡിലാണ്, ഒരു ഇമാജിനറി വേൾഡിലാണ്, ഒരു ഡ്രീം വേൾഡിലാണ്. റിയൽ ആയിട്ടുള്ള അപ്പുറത്തെ വീട്ടിൽ ചിലപ്പോ ശരിക്കും സഹായിക്കുന്ന, പക്ഷെ ഇവൻ കണ്ട ഇതുവരെ മൈൻഡ് ചെയ്യാത്ത ഒരാളുണ്ടാവും. അങ്ങനെ ഒരാളുണ്ട് എന്നുള്ള എക്സിസ്റ്റൻസ് തന്നെ ഇവൻ അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ എല്ലാ ഇങ്ങനത്തെ ഒരു ലെവലിൽ നിൽക്കുന്നവരൊക്കെ ഒരു വെർച്വൽ വേൾഡിലാണ്. ഇവര് മാത്രമല്ല, ഈ മോൻ മാത്രമല്ല, കുറെ പേര് അങ്ങനെയുണ്ട്. അതെ, നമ്മൾ വിചാരിക്കുക നമുക്ക് നിറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, നമ്മൾ കുറെ കമ്മ്യൂണിറ്റീസിലെ ഗ്രൂപ്പ്സിലെ മെമ്പറാണ്. പക്ഷെ റിയൽ ഇൻ ഫിസിക്കൽ സെൻസ് എത്ര പേരുണ്ടാവും എന്നുള്ളത് സംശയമാണ്. ഞാൻ തള്ളി പറയണില്ല ഗ്രൂപ്പുകളുടെ പ്രാധാന്യം, ഫ്രണ്ട്ഷിപ്പിന്റെ പ്രാധാന്യം ഒന്നും ഞാൻ തള്ളി പറയണില്ല. ആക്ച്വലി ഇങ്ങനത്തെ ഗ്രൂപ്പുകൾ ഉള്ളത് കൊണ്ട് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ലോക്കലൈസ് ചെയ്യുന്നില്ല, അല്ലെ? എനിക്ക് ഫ്രണ്ട് ചിലപ്പോ അമേരിക്കയിലായിരിക്കും, ചിലപ്പോ യുഗാണ്ടയിലായിരിക്കും, പക്ഷെ ഇൻ റിയൽ ലൈഫില് റിയൽ ഒരു ഇവന്റ് വരുമ്പോ അപ്പോ ഇതൊക്കെ ഒരു വ്യക്തിയുടെ ആ കുട്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ സർജറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുട്ടി വന്നു കഴിഞ്ഞിട്ട് ഞാൻ എന്ത് പ്രാന്ത കാണിച്ചിരുന്നേ, എനിക്ക് ഭയങ്കര ഷോക്കായി ആ കുട്ടി എൻ്റെ അടുത്ത് ഇരുന്ന് പറയുകയാണ്. അവരുടെ പേഴ്സണാലിറ്റിയെ, അവർക്ക് കിട്ടുന്ന എക്സ്പീരിയൻസുകളെ ഒക്കെ ഈ സ്ക്രീൻ അനുഭവങ്ങൾ എത്ര ബാധിക്കുന്നുണ്ട്? ശരിക്കുള്ള അനുഭവങ്ങളും വെർച്വൽ വേൾഡിലത്തെ അനുഭവങ്ങളും തമ്മിൽ ഇവർക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കുന്ന ഇൻഫർമേഷൻസ്, ഒരു ഫിൽട്ടർ ഇല്ലാതെ സ്വീകരിക്കുന്ന ഇൻഫർമേഷൻസ്, ഇപ്പം വലിയ സ്ക്രീൻ ലൈക്ക് ടിവിയിൽ അഡിക്റ്റഡ് ആയിരുന്ന ഒരു കുട്ടി ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛനോ അമ്മയോ അമ്മൂമ്മയോ ആരെങ്കിലും വന്നിട്ട് ചീത്ത വിളിക്കും, നീ എന്തെന്നാ കണ്ടോണ്ടിരിക്കണേ, മതി, എന്തെന്നാ. ഒരു സമയത്ത് WWF ഇട്ടായിരുന്നില്ലേ? അപ്പം എന്തിനീ ഇടികൂടണത് കാണണേ, ഇതൊക്കെ മാറ്റി വെക്കേ, പഠിക്കണില്ലെങ്കിൽ വേണ്ട, നീ അത് ഓഫ് ചെയ്യെന്ന് പറയുമായിരുന്നു. ഇപ്പൊ ഈ മൂടി വെച്ചിരുന്ന് കാണുന്നത് എന്താന്ന് ആർക്കറിയാം? ഇതിന്റെ മറ്റൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ രാവും പകലും തമ്മിൽ വ്യത്യാസം ഇല്ലാണ്ടേ, എല്ലാവരുടെയും ബയോളജിക്കൽ ക്ലോക്ക് വല്ലാണ്ട് ഡിസ്റ്റർബ്ഡ് ആയി. ഇപ്പോ യു മെൻഷൻഡ്, ഇപ്പോ ഒരു ഒഫ്താൽമോളജിസ്റ്റിന്റെ അടുത്ത് വരുന്ന പ്രോബ്ലംസ്, ഒരു സ്പൈൻ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് വരുന്ന ഫിസിക്കൽ പ്രോബ്ലംസ്, വാട്ട് ആർ ഏത് കംപ്ലൈൻസ് ആയിട്ടാണ് ഒരു മൊബൈൽ അഡിക്ഷൻ റിലേറ്റഡ് പ്രോബ്ലംസ് ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് ആൾക്കാർ വരുന്നത്? എന്താ ഇതും ഏജിനനുസരിച്ചിട്ടാണ്. ആൽക്കഹോളില് പോലും ഞാൻ ഇത്തിരി കൂടിയിട്ടുണ്ട്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറയണവരുണ്ട്. പക്ഷെ മൊബൈൽ യൂസ് ഞാൻ കൂടുതലാണ് ചെയ്യുന്നത്, എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറയുന്ന ആൾക്കാര് വിരലിൽ എണ്ണാം. No one will admit. Yes, and they feel it as a necessity. ഇത് ഞാൻ ചെയ്യേണ്ടതാണ്, ഇല്ലെങ്കിൽ ഞാൻ അപ്ഡേറ്റഡ് ആവില്ല, ഞാൻ വളരെ ഔട്ട് ഓഫ് കോണ്ടാക്ട് ആയി പോകും ആൾക്കാർക്ക് എന്നുള്ളൊരു, അങ്ങനെയാണ് പലരും പറയുന്നത്. പലപ്പോഴും കുട്ടികളുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളുടെ കാര്യത്തിൽ പേരൻസ് പറയും, ടീച്ചേഴ്സ് പറയും. പേരൻസ് പറയുക എപ്പോഴും ഫോണും വെച്ചിട്ടിരിക്കലാണ്, പഠിക്കുക എന്ന് പറയുന്നുണ്ട് തോന്നണില്ല, കാരണം മാർക്കിൽ അത് വരുന്നില്ല. രാത്രി കിടക്കാൻ കുറെ വൈകണു,
പഠിപ്പില് മോശമാവുന്നു, ടീച്ചേഴ്സ് കംപ്ലൈന്റ് പറയണു, പേരൻസ് ഇങ്ങനെയൊക്കെയാണ് പറയുക. പലപ്പോഴും പേരൻസ് അവരുടെ പ്രശ്നങ്ങളുമായിട്ട് വരുമ്പോൾ പാസിംഗ് മെൻഷൻ ആയിട്ടാണ് ഇത് പറയുക, എൻ്റെ ഒരു ആങ്സൈറ്റി ഇതാണ്. ടീച്ചേഴ്സ് പലപ്പോഴും പറയുക സ്കൂളിൽ ഇരുന്ന് ഉറങ്ങണു, ക്ലാസ്സിൽ ഇരുന്ന് ഉറങ്ങണു, ഹോംവർക്ക് ചെയ്തിട്ടില്ല, ഹാഫ് ഡൺ, അല്ലെങ്കിൽ ഇരുന്ന് സ്വപ്നം കാണണു, പറയണത് പലതും ശ്രദ്ധിക്കണില്ല. ടീച്ചേഴ്സ് പറയുന്ന കംപ്ലൈന്റ് അങ്ങനെയാണ്. ഇതിലൊക്കെ നമുക്ക് ചോദിക്കാവുന്ന ആദ്യത്തെ കാര്യം, മൊബൈല് എങ്ങനെ കോൺസെൻട്രേഷൻ സ്പാൻ. യെസ്, അവിടെ എല്ലാവര് ക്ലാസ്സില് ടീച്ചർ പഠിപ്പിക്കണ സമയത്ത് കുട്ടികളുടെ കൂടെ വർത്താനം പറഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ ഇവരുടെ മായാലോകത്തേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഇരുന്ന് ഉറക്കം തോന്നും. ഇങ്ങനത്തെ കംപ്ലൈന്റ് ആണ് പേരൻസും ടീച്ചേഴ്സും പറയുക. കുട്ടികൾ പലപ്പോഴും പറയുക ഇവരെപ്പോഴും ചീത്ത പറയണോ, മൊബൈൽ ഉപയോഗിക്കണേന് ചീത്ത പറയണോ, അവരും മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്. മൊബൈലിൽ ഞങ്ങൾക്ക് ഹോംവർക്കും പഠിപ്പിന്റെ കാര്യങ്ങളും ഗ്രൂപ്പിൽ വരണ ഇൻഫർമേഷൻസും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാ. അപ്പൊ നമ്മള് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ള കാര്യം പറയേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഗെയിംസും മറ്റേ ആൾക്കാരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും. എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഓരോരുത്തർക്കും ഉപയോഗിക്കേണ്ട സ്ട്രാറ്റജീസ് വ്യത്യാസമാണ്. ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് ഓവർ യൂസ് ആണ് എന്ന് അവർക്കൊരു ഇൻസൈറ്റ് വരുത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ഓൾട്ടർനേറ്റ് കാര്യങ്ങള് ഇൻട്രസ്റ്റിംഗ്, ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആവണം. ഇതിന്റെ മെയിൻ ചാം എന്തൊക്കെയാ? ഒരു ഒരു വിരലിന്റെ നീക്കത്തില് നമുക്ക് ഇഷ്ടമുള്ള പല പല കാര്യങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ അതിന്റെ ആ ലൈറ്റാണ് അവർക്ക് ചാമാവുന്നത്. ഇതേ കാര്യം എന്തുകൊണ്ടാ കുട്ടികൾ പുസ്തകം എടുത്ത് വെച്ച് വായിക്കാണ്ട് അതേ കാര്യം ഹാരി പോട്ടർ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഐപാഡിലോ വായിക്കണവരുണ്ട്? വൈ? ആ സെൽഫ് ഇലുമിനേറ്റിംഗ് സംഭവമാണ് അതിന്റെ ചാം. ഈ ഓരോ പേജുകളും ഇലുമിനേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ തന്നെ ഹാരി പോട്ടറിനെ തന്നെ ലുമോസ് എന്ന് പറഞ്ഞുകൊണ്ട് ലൈറ്റ് അതിൽ കൂടെ പേപ്പറിൽ കൂടെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ അതിനെ ചൂസ് ചെയ്യും. വൈ? അപ്പോ അതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, പിന്നെ ഈ കൊറോണ കാലത്തൊക്കെ വന്നിട്ടുള്ള ഒരു മെസ്സേജ് കണ്ടിട്ടുണ്ടാവും. അതായത് ഞാൻ ഇന്ന് നെറ്റ് പോയി, ഇന്ന് കറണ്ട് ഉണ്ടായിരുന്നില്ല, നെറ്റും പോയി, അപ്പൊ ഞാൻ ഒന്ന് താഴേക്ക് ഇറങ്ങി, അവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്റെ അച്ഛനും അമ്മയൊക്കെ നല്ല നൈസ് പീപ്പിൾ ആണ് കേട്ടോ, അവരോട് ഇപ്പോഴാണ് ഞാൻ സംസാരിക്കണേ. എന്റെ ബ്രദർ ഒരു നല്ല കുട്ടിയാ. എങ്ങനെയുണ്ട്? അപ്പോ സോഷ്യലൈസ് ചെയ്യാനുള്ള അതിന്റെ ഒരു താല്പര്യം, അതിന്റെ ഗുണങ്ങള്, പുസ്തകം വായിക്കണേന്റെ, ഒന്ന് പുറത്തിറങ്ങി ഒന്ന് ജോഗ് ചെയ്ത് വരുന്നതിന്റെ, ഗ്രൂപ്പിൽ ഒന്ന് ഫുട്ബോൾ കളിക്കണേന്റെ, ക്രിക്കറ്റ് കളിക്കണേന്റെ ഒരു ഗുണം അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് അവർ പോവില്ല. പ്ലസ് എൻഡോഫിൻസ് എന്ന് പറയുന്ന ഫീൽ ഗുഡ് സാധനങ്ങളുണ്ട്. മൊബൈലിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ഇന്റൻസ് ആയിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ നിന്ന് കിട്ടും. അപ്പൊ മോർ പ്ലഷറബിൾ സാധനങ്ങൾ ഇവിടെ ഉണ്ടല്ലേ എന്ന് മനസ്സിലായാലോ അവരതിലേക്ക് പോവും. ഈ ബ്രെയിൻ ചേഞ്ചസ് പോലും അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. അതിന്റെ ഒരു ഗുണം ഒരിക്കൽ ആസ്വദിച്ചു കഴിഞ്ഞാൽ ദേ വിൽ ഗെറ്റ് ബെറ്റർ. ഇനി ആക്ച്വലി ഇതിന് ഞാൻ പറഞ്ഞില്ലേ ഗൈഡ് ലൈൻസ് അങ്ങനെ പറയാൻ പറ്റില്ല എന്നുള്ളത്. അവിടെ നമ്മുടെ ഫങ്ഷനിങ് ആണ് നോക്കണ്ടേ. കുട്ടികളിൽ പക്ഷേ ഈ ക്വാണ്ടിറ്റിയും ഇമ്പോർട്ടൻ്റ്. ഇപ്പൊ 2 വയസ്സുള്ള ഒരു കുട്ടി കാണുന്നത് എന്ത് സംഭവമായാലും വലിയ വ്യത്യാസമില്ല, അവരത് ഗ്രാസ്പ് ചെയ്യുന്നില്ല. അവർക്ക് അത് ഫിസിക്കൽ ആയിട്ടുള്ള സംഭവമാണ്. റെറ്റിനയിലേക്ക് അടിക്കുന്ന ലൈറ്റും അതിന്റെ ദോഷങ്ങളുമാണ്. അപ്പോ ശരിക്കും ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിന്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്, ശരിക്കും അറിയുണ്ടാവൂലോ. 2 വയസ്സ് വരെയുള്ള കുട്ടികള് സ്ക്രീൻ പാടില്ല എന്നാണ്. 2 വയസ്സിന്റെ താഴെയുള്ള കുട്ടികളെയല്ലേ നമ്മൾ അടക്കിയിരുത്താൻ ഇത് കൊടുക്കുന്നത്. നല്ല എഡ്യൂക്കേറ്റഡ് ഇന്റലിജന്റ് പേരൻസ് ചെയ്യുന്ന അക്രമം. 18 ഇയേഴ്സ് വരെയുള്ള കുട്ടികളിൽ 2 മണിക്കൂറാ പറഞ്ഞേക്കണേ. മിക്കവാറും അവർ 2 മണിക്കൂറേ ഇത് ഓഫാക്കി വെക്കുന്നുണ്ടാവുള്ളൂ. സോ ഈ ഒരു ടൈം വരുന്നത് മെയിൻലി കുട്ടികളുടെ കാര്യത്തിലാണ്. പിന്നെ അതിന്റെ കണ്ടന്റ്, ഹൗ ഇറ്റ് പ്രൊവോക്സ് യുവർ ബ്രെയിൻ, ഹൗ ഇറ്റ് ഗിവ്സ് യു, ഇൻസ്റ്റിൽസ് യു വിത്ത് സർട്ടൺ ഐഡിയാസ് വിച്ച് ആർ അതർവൈസ് അൺനോൺ. നല്ല വശമുണ്ട്, പല പല കൾച്ചേഴ്സ്, ഫുഡ്, അങ്ങനത്തെ കാര്യങ്ങള്, ക്യൂസിൻസ്.
പിന്നെ ചില ആർട്ട് ഫോംസ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് ഇൻഫോർമേറ്റീവ് തന്നെയാണ്. പക്ഷെ അതിൽ നിൽക്കില്ലല്ലോ. ചെറിയ കുട്ടികൾക്ക് കയ്യിൽ ഹാൻഡിൽ ചെയ്യാൻ അറിയാത്ത വിവരങ്ങൾ കിട്ടുമ്പോൾ ഉണ്ടാവുന്ന അപകടങ്ങൾ, ലൈക്ക് സെക്സ്, വയലൻസ്, യു വോണ്ട് ഇമാജിൻ. ഇപ്പൊ ഒരു 6 വയസ്സുള്ള കുട്ടി പറയുന്ന ചില സംസാരങ്ങൾ, ഈ പ്രായത്തിലുള്ള ഒരു കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് വരേണ്ട കാര്യങ്ങളല്ല. അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ മെച്ചോറിറ്റി ആയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇതേ കാര്യം ഒരു 18 വയസ്സുള്ള കുട്ടി പറയാൻ ആ കുട്ടി പറയില്ല പബ്ലിക്കായിട്ട്, ബിക്കോസ് ഹി ഹാസ് ദോസ് സോഷ്യൽ ഇൻഹിബിഷൻസ്. അത് യെറ്റ് ടു ഡെവലപ്പ് ഇൻ ദീസ് കിഡ്സ്. അവരത് വിളിച്ചു പറയുന്നത് കൊണ്ട് നമ്മൾ ഇവർക്ക് ഇതൊക്കെ അറിയാലോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷെ എത്ര കറക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും എന്നുള്ളത്, ഇത് കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്, കിട്ടാതെ നോക്കുക എന്നുള്ളതാണ്. ഒരു മീഡിയം കിട്ടല്, ലൈക്ക് ഇപ്പോ ഇൻസ്റ്റ അങ്ങനത്തേലൊക്കെയുള്ള അക്കൗണ്ട്സ്, ശരിക്കും പറഞ്ഞാൽ അതിനൊക്കെ ഒരു ലീഗൽ വശം വന്നാലേ ഇതൊക്കെ ശരിയാവുള്ളൂ. ഇപ്പോ ഇത്രയും പ്രായത്തിന്റെ മുകളിലുള്ളവർക്കേ ഒരു അക്കൗണ്ട് തുടങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ വന്നാൽ ആധാർ വെച്ചിട്ട് പ്രായം സർട്ടിഫൈ ചെയ്തതിന് ശേഷമേ പറ്റുള്ളൂ എന്ന് വന്നു കഴിഞ്ഞാൽ, നിയമപരമായിട്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ റെസ്ട്രിക്ഷൻ വരും. അല്ലാന്നുണ്ടെങ്കിൽ ഇവരൊക്കെ പ്രസവിച്ച് വീഴുന്നത് തന്നെ മൊബൈൽ ഫോണുമായിട്ടാ. നമ്മളെക്കാൾ നന്നായിട്ട് അവർക്ക് ഇതിന്റെയൊക്കെ ടെക്നിക്കൽ കാര്യങ്ങൾ അറിയാം. അവരെ പ്രിവെന്റ് ചെയ്യാനൊന്നും പറ്റില്ല. എന്ത് പാരന്റ് ലോക്ക്, എന്ത് ചൈൽഡ് ലോക്ക്, അതിന്റെ അപ്പുറത്തേക്കുള്ളത് അവര് കണ്ടുപിടിച്ചിരിക്കും, നമ്മളെ ഫൂളാക്കിയും കൊണ്ട്. എന്റെ അറിവില് ഓസ്ട്രേലിയയിൽ മാത്രമേ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഉള്ളൂ. 16 കഴിഞ്ഞാലേ അക്കൗണ്ട് തുറക്കാൻ പാടുള്ളൂ എന്നുള്ളത്. അങ്ങനത്തെ കാര്യങ്ങൾ ഇതിൽ വലിയ പ്രാധാന്യമുണ്ട് ലീഗൽ ഇമ്പോസിഷൻസിന്. ഇല്ലാന്നുണ്ടെങ്കിൽ കൊരങ്ങന്റെ കയ്യിൽ പൂമാല കൊടുക്കുകയെന്നോ അല്ലെങ്കിൽ കുട്ടിയുടെ കയ്യിൽ കത്തി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ ഇഫക്റ്റുകൾ വരും. വരാനിരിക്കണേ ഉള്ളൂ. ഇതുവരെ ഉണ്ടായതൊക്കെ നമുക്ക് വാർണിംഗ് സൈൻസ് ആണ്. വലിയ ഇഷ്യൂസ് അല്ലെങ്കിൽ വരും. അല്ലെങ്കിൽ പിന്നെ അടുത്ത ഒരു ജനറേഷൻ ശരിക്കും സ്വയം ഉദ്ധരിച്ചിട്ട് ഇതൊക്കെ വേണ്ടാന്ന് വെക്കണം. ശരിക്കും സന്യസിക്കാൻ പോകണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചേ. ഇതൊക്കെ മാറ്റിവെക്കാൻ ഇനിയത്തെ കാലത്ത് സാധിക്കൂല. നമ്മളൊക്കെ വളരെ ഡിപ്പെൻഡന്റ് ആണ്. ആസ് എ സൊസൈറ്റി, ആസ് എ ഗ്ലോബൽ സൊസൈറ്റി നമ്മൾ ഇതിനോട് ഡിപ്പെൻഡന്റ് ആണ്. ആ ഡിപ്പെൻഡൻസിന്റെ ടൈമിംഗ് കുറയ്ക്കുക, ക്വാണ്ടിറ്റി കുറയ്ക്കുക, ക്വാളിറ്റി കുറയ്ക്കുക എന്നുള്ളത് മാത്രമേ സാധിക്കുള്ളൂ. ലേറ്റസ്റ്റ് ട്രെൻഡ് ആണ് എല്ലാവരും ഒരു ഇൻഫ്ലുവൻസർ ആവണം, അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആവണം. ഐ എം ഷുവർ ഇതിനൊരു ഗുഡ് സൈഡ് ഉണ്ടാവും, ഒരു ബാഡ് സൈഡ് ഉണ്ടാവും. എന്തൊക്കെയാണ് ഒരു മെന്റൽ എഫക്ട്സ് ഓഫ് ബീയിങ് ആൻ ഇൻഫ്ലുവൻസർ? റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ ഉണ്ടാവുക ഓരോരുത്തർക്കും. ഞാൻ വേറൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ മാത്രമുള്ള നന്മ, അറിവ് എന്നിലുണ്ടോയെന്ന് ഞാനാണ് അറിയേണ്ടത്. യു ആർ വൺ കണ്ടന്റ് ക്രിയേറ്റർ അല്ലേ? നിങ്ങൾ ചെയ്യുന്നത് റിയൽ ഇൻഫർമേഷൻ, ഒരു ബയസ് ഇല്ലാണ്ടുള്ള ഓത്തന്റിക് ഇൻഫർമേഷൻ സമൂഹത്തിന് കൊടുക്കുകയാണ്. യു ആർ ഇൻഫ്ലുവൻസിങ് ദ സൊസൈറ്റി ഇൻ എ ഗുഡ് വേ. പകരം ഞാൻ രാവിലെ എണീറ്റിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവനും കണ്ടന്റ് ആയിട്ട് ഇടുകയും, ഞാൻ പാടത്ത് പണി ചെയ്യണത് കാണാൻ പോയി, അത് മോശമെന്നല്ല ഉദ്ദേശിച്ചത്. ഞാനൊന്ന് കറങ്ങി നടന്നു, ഞാൻ കാട്ടിലേക്ക് പോയി, ഞാനൊരു പട്ടിക്കുട്ടിയെ എടുത്തിട്ട് അതിന്റെ കൂടെ ഫോട്ടോ എടുത്തു, ഞാനൊരു പീകോക്കിനെ കണ്ടു അതിന്റെ ഫോട്ടോ എടുത്തു. ഇങ്ങനെ ഉണ്ടാക്കുന്ന കണ്ടന്റ്സ് തന്നെയാണ്. എന്നിട്ട് ഞാൻ എന്നെ തന്നെ വിമൽ കുമാർ എന്ന് വിളിക്കണ പോലെ ഞാൻ കണ്ടന്റ് ക്രിയേറ്റർ ആണ്, ഞാൻ ഇൻഫ്ലുവൻസർ ആണെന്ന് സ്വയം ഒരു പട്ടം ചാർത്തുകയാണ്. അപ്പോ ഇതിനൊക്കെ ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. ഒരു ലീഗൽ കൺട്രോൾസ് ഉണ്ടെങ്കിലേ ഇതൊക്കെ നടക്കാതിരിക്കുള്ളൂ, അല്ലെങ്കിൽ വേണ്ട പോലെ നടക്കുള്ളൂ. ഇൻഫ്ലുവൻസർ ആവാനുള്ള ക്വാളിറ്റി എൻ്റെ കയ്യിലുണ്ടോ എന്നുള്ളത് ഞാനാണ് അറിയേണ്ടത്. എനിക്കൊരു റീൽ ഇടാം, എനിക്കൊരു എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇത് റെഗുലർ ആയിട്ട് ചെയ്ത് ഇൻഫർമേഷൻസും അല്ലെങ്കിൽ വിഷ്വൽസും ബോംബാർഡ് ചെയ്യണോ ഒരു സൊസൈറ്റിയിലേക്ക്? ഇതെടുക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് നമുക്കറിയില്ല. പ്രോൺ ആയിട്ടുള്ള ഒരാള് ഇതിനൊക്കെ ഈ വലകളിലൊക്കെ വീഴും. കണ്ണില്ലേ ഇഷ്ടം പോലെ. ആൻഡ് ആസ് യു ഗ്രോ ആസ് ആൻ ഇൻഫ്ലുവൻസർ ഓർ ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ, നമുക്ക് റെസ്പോൺസിബിലിറ്റി കൂടുകയാണ്.
നമ്മളിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്നത് കൂടുതൽ നല്ല നല്ല കാര്യങ്ങളും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുമാണ്. ഇത് ഒരു എന്താ എവർ ഫ്ലോയിങ് ഒരു സംഭവമാണ് ഇൻഫർമേഷൻ, ഡാറ്റ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ വേണ്ടതല്ലേ കൊടുക്കാവൂ, വേണ്ടതല്ലേ സ്വീകരിക്കാവൂ. അവിടെ ഒരു ഫിൽറ്റർ ഇടാൻ ഇപ്പൊ ഉണ്ണണവൻ അറിയില്ലെങ്കിൽ വിളമ്പണവൻ അറിയണം എന്ന് പറയും. സെയിം വേ എനിക്ക് കുറച്ച് ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് കുറെ വ്യൂവർഷിപ്പ് വേണം, അതിൽ നിന്ന് എനിക്ക് പൈസ കിട്ടണം, ഞാൻ ഫേമസ് ആവണം, ഇത് മാത്രം വിചാരിച്ചിട്ട് നമ്മൾ എന്തും ഏതും ചെയ്താൽ അതിന്റെ ദോഷങ്ങൾ എല്ലാരെയും ബാധിക്കും. റിയൽ ആയിട്ടുള്ള കണ്ടന്റ് കൊടുക്കണവരെ പോലും ശ്രദ്ധിക്കാതെ പോവും. ഈ എന്താ പുലിവരണേ എന്നുള്ള കഥ പോലെ ഭയങ്കര ഹൈപ്പ് ഉണ്ടാക്കിയിട്ട് ഇതിലൊന്നുമില്ല എന്ന് കണ്ട് 2 പ്രാവശ്യം ആൾക്കാരെ പറ്റിക്കാം. അത് കഴിഞ്ഞാലോ ഇതിന്റെ ഇൻഫ്ലുവൻസിൽ സ്വന്തം പേഴ്സണാലിറ്റിയോ സ്വന്തം കരിയറോ ഒക്കെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന കുറച്ച് വിവേകമില്ലാത്ത, മെച്ചൂരിറ്റി ഇല്ലാത്ത ആൾക്കാരുടെ കാര്യവും ആലോചിച്ച് നോക്കൂ. ഇതില് നമ്മളുടെ ഉദ്ദേശശുദ്ധി മാത്രം പോരാ. എന്റെ ഉദ്ദേശശുദ്ധി എന്റെ പ്രൊമോഷൻ ആയിരിക്കാം, എനിക്ക് അറിവുള്ള കാര്യങ്ങൾ സമൂഹത്തിന് കൊടുക്കണം എന്നുള്ളതായിരിക്കാം. പക്ഷെ സമൂഹത്തിന് അത് വേണോ, എത്ര അളവിൽ, അതും കൂടെ പ്രധാനമാണ്. ഇപ്പൊ ഒരു ഇൻഫ്ലുവൻസർ ആവാൻ അത്ര ഈസി അല്ല, ഒരു സക്സസ്ഫുൾ ഇൻഫ്ലുവൻസർ ആവാൻ. പക്ഷെ സക്സസ് എത്തി കഴിഞ്ഞാൽ ദർ ആർ ടൈംസ് ദാറ്റ് ഇപ്പോ ഉദ്ദേശിച്ച പോലെ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, ഒരു ഡൗൺഫോൾ ചിലപ്പോൾ വരാം. അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ എങ്ങനെയാണ് ഈ സോ കോൾ ഇൻഫ്ലുവൻസേഴ്സ് അത് ഹാൻഡിൽ ചെയ്യേണ്ടത്? അതെ, ഇതൊരു പെട്ടെന്ന് ഫെയിം വരിക, നമ്മുടെ തന്നെ പിക്ചേഴ്സ് നമുക്ക് തന്നെ സ്ക്രീനിൽ വ്യൂ ചെയ്യാൻ പറ്റുക, നമ്മളെന്തോ സംഭവമാണെന്ന് നമുക്ക് തന്നെ തോന്നുക, അങ്ങനത്തെ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ആൻഡ് ഓഫ് കോഴ്സ് മണി ഈസ് ഇൻവോൾവ്. പക്ഷേ എന്ത് നല്ല കാര്യത്തിനും ഒരു അവസാനമുണ്ട്, അല്ലെങ്കിൽ ഒരു കയറ്റത്തിനൊരു ഇറക്കമുണ്ട് എന്നുള്ളത് നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കണം. നമ്മൾ ഹൈപ്പിൽ നിൽക്കുന്ന സമയത്ത് എന്നും ഇങ്ങനെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നത് മണ്ടത്തരമാണ്, ഏതൊരു കരിയറിനും ഉള്ള പോലെ തന്നെ. ആൻഡ് ഈ ഫ്ലോയിങ് ഇൻഫർമേഷൻസിനും ഒരു ലിമിറ്റ് ഉണ്ട്. ആൻഡ് ഏത് ഫീൽഡിലും ഉള്ള പോലെ നമ്മളെക്കാൾ മുകളിലുള്ളവരും എപ്പോഴും ഉണ്ട്, നമ്മളെക്കാൾ താഴെയുള്ളവരും ഉണ്ട്. ഞാനൊരു പബ്ലിക് ഫിഗർ ആവുമ്പോൾ അതിന്റെ ഗുണവും ദോഷവും ഞാൻ എക്സ്പെക്ട് ചെയ്യണം. ഇപ്പൊ ഒരു ഫിലിം ആക്ടറാന്ന് വിചാരിക്കുക, ഹിറ്റുകളും ഉണ്ടാവും, ഫ്ലോപ്പും ഉണ്ടാവും, സൂപ്പർ ഹിറ്റുകളും ഉണ്ടാവും. മോഹൻലാൽ പറയണ പോലെ എല്ലാം ബാലൻസിൽ എന്നുള്ളതൊന്നും എല്ലാവർക്കും ഒന്നും പറ്റിക്കൊള്ളണം എന്നില്ല. പക്ഷെ ഒരു മാർജിൻ വെച്ചിട്ട് ഇത് ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവാം എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ശരിക്കും നമുക്ക് അപ്പൊ തന്നെ കിട്ടുന്ന ഫീഡ്ബാക്ക് നമ്മളൊരു സദസ്സിൽ നിന്ന് പറയണ പോലെ തന്നെ നമുക്ക് ഈ കമന്റ്സിൽ വരുന്നുണ്ട് അല്ലെ. അതിന് നമ്മൾ ഒന്നുകിൽ അത് മനസ്സിലാക്കി നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കുക, അല്ലെങ്കിൽ നിർത്തുക. ഇതൊരു ലൈവ്ലിഹുഡ് ആക്കുക എന്നുള്ളത് എത്രത്തോളം ആക്സെപ്റ്റബിൾ ആണ് എന്നുള്ളത് നമുക്ക് സ്വയം അറിയണം. ഇതെന്റെ ജോലി എന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് കയറി പുറപ്പെട്ട് ഇത്രയും എനിക്ക് കിട്ടിയിരിക്കണം എന്ന് വിചാരിച്ചാൽ നമ്മൾ അതിനു വേണ്ടി ചെയ്തു കൂട്ടുന്നത് പലപ്പോഴും നെഗറ്റീവായിട്ടാണ് വരിക, കൗണ്ടർ പ്രൊഡക്റ്റീവായിട്ട് വരിക ചെയ്യുക. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉയരം കൂടുന്തോറും വീഴ്ചയ്ക്ക് ആഘാതവും കൂടും എന്നുള്ള പോലെ ഇത് ഒരു മെത്തേഡ് ഓഫ് എന്റർടൈൻമെന്റ് ആൻഡ് സെൽഫ് എക്സ്പ്രഷൻ. അപ്പുറത്ത് വേറെയും കാര്യങ്ങൾ ഉണ്ടാവണം. നോട്ട് ഓൺലി ഫോർ മണി മേക്കിംഗ് ബട്ട് ഫോർ സെൽഫ് എക്സ്പ്രഷൻ. അത് നമ്മുടെ എഡ്യൂക്കേഷനും നമ്മുടെ സ്റ്റേറ്റസും അനുസരിച്ച്. ഞാനൊരു ടീച്ചറാണെങ്കിൽ ഞാൻ വീട്ടിലിരുന്നും കൊണ്ട് ഓൺലൈൻ ക്ലാസ് എടുക്കുന്നത് കൊള്ളാം, ഞാൻ ഇൻഫ്ലുവൻസർ ആവാൻ ശ്രമിക്കുന്നത് കൊള്ളാം, ഇഫ് ദ കണ്ടന്റ് ഇസ് ഗുഡ്, ഇംപ്രൂവിങ് ദ സൊസൈറ്റി, ഇംപ്രൂവിങ് ദ ടാർഗറ്റ് പീപ്പിൾ. പക്ഷെ 10 പേര് വ്യൂവർഷിപ്പ് കുറയുമ്പോഴത്തേക്ക് എന്തു പറ്റി എന്ന് വിചാരിച്ചിട്ട് നാളെ ഈ ടീച്ചർ വെറുതെ ഡാൻസ് കളിക്കാൻ നിൽക്കുകയും അത് വീഡിയോ ആയിട്ട് എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഉള്ള വേല ഇല്ലാണ്ടേ ആവുകയാണ് ചെയ്യണത്. ഞാൻ ടീച്ചിങ്ങിനെയോ ഡാൻസിങ്ങിനെയോ ഒന്നും അല്ല കേട്ടോ നെഗറ്റീവായിട്ട് പറയുന്നത്. പക്ഷെ ഓരോരുത്തർ ചെയ്യുന്നതിനൊരു നമ്മൾ കാണുന്നവര് വെക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ. ഡാൻസർ ക്യാൻ ഡാൻസ്, പക്ഷെ വ്യൂവർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരാൾ അതിനു വേണ്ടി കാണിച്ച് വെറുതെ വിഡ്ഢിവേഷം ആവണ്ടെന്നർത്ഥം. ആൻഡ് 2 വ്യൂവർഷിപ്പ് കുറയുമ്പോഴത്തേക്ക് 2 ദിവസം എനിക്ക് ഒന്നും വീഡിയോ ഇടാൻ പറ്റാണ്ട് വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ പൈസ കുറയുമ്പോഴത്തേക്ക്
I tend to go anxious, I tend to go depressed, I tend to go suicidal. ബിക്കോസ് ഇതാണ് എൻ്റെ സെൽഫ് എക്സ്പ്രഷൻ. അത് സമൂഹം അംഗീകരിക്കണില്ല, ആക്സെപ്റ്റ് ചെയ്യണില്ല, വില വെക്കണില്ല എന്ന് കാണുമ്പോൾ എനിക്ക് ഉണ്ടാവുന്ന ഒരു നെഗറ്റീവ്. ചിലപ്പോൾ അത് റിയൽ ലൈഫിലാണെങ്കിൽ പോട്ടെ, അവര് ചീത്ത പറഞ്ഞെങ്കിൽ ശരി, വിട്ടേക്ക്, അത് നിന്റെ തെറ്റാ, നീ അത് ചെയ്യാണ്ടിരുന്നാൽ മതി, അല്ലെങ്കിൽ നീ ചെയ്തത് ശരിയാ, അവർക്കത് തെറ്റി മനസ്സിലാക്കിയതുകൊണ്ടാണ് പറയാൻ ആളുണ്ടാവും. ഇതൊരു സ്വന്തം വേൾഡ് അല്ലേ, ഇവിടെ എന്തൊക്കെയാ നടക്കണേന്നുള്ളത് വേറെ ആരും ചിലപ്പോ അറിയണ്ടാവും. ആൻഡ് എപ്പോഴും എന്റെ നല്ല വശമല്ലേ ഞാൻ കാണിക്കുള്ളൂ. 10 പേര് മൊബൈൽ ഫോൺ കണ്ടു തുടങ്ങുമ്പോൾ അതിൽ 8 പേരും അഡിക്റ്റഡ് ആവണുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗ സ്ട്രോങ് ഇറ്റ് ഈസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ 10 പേര് കള്ളു കുടിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അതിൽ ഒരാളെ അഡിക്റ്റഡ് ആവണുള്ളൂ. അപ്പോ എത്ര ഇന്റൻസ്, എത്ര സ്റ്റിമുലേറ്റിംഗ് അല്ലെങ്കിൽ എത്ര അഡിക്റ്റീവ് ആണ് ഇതെന്ന് നോക്കൂ. ഈ അഡിക്ഷൻ ഇൻഫ്ലുവൻസിങ് സംഭവങ്ങളിലും വരുന്നുണ്ട്. എന്നും എപ്പോഴും നമ്മള് അതേ ലെവലിൽ തന്നെ നിന്നൂന്ന് വരില്ല. എന്തിനും ഒരു ഗ്രോയിങ് പീരീഡ് ഉണ്ട്, ഒരു ഹൈ പീരീഡ് ഉണ്ട്, ഒരു ഡിക്ലൈനിങ് പീരീഡ് ഉണ്ട്, ഒരു എൻഡ് ഉണ്ട്. അത് എല്ലാ കാര്യത്തിനും ഉണ്ട് എന്നുള്ളത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. ഈ ലെവലിലൊക്കെ എത്ര നാള് നിൽക്കാൻ പറ്റും എന്നുള്ളത് നമ്മുടെ എബിലിറ്റി, നമ്മുടെ ക്രിയേറ്റിവിറ്റി അതിനൊക്കെ അനുസരിച്ചിട്ടിരിക്കും. So have you any time noticed ഇപ്പോ ഈ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് ഗോയിങ് ടു സൂയിസൈഡ്, അങ്ങനെ കണ്ടമാനം കേസസ് മാഡം കണ്ടിട്ടുണ്ടോ? കണ്ടമാനം ഇല്ലെങ്കിലും എനിക്ക് തോന്നുന്നു ഇതിപ്പോ അതിന്റെ ഒരു കാലം ആവണല്ലേ ഉള്ളൂ, ജസ്റ്റ് ബിഗിനിങ് അല്ലേ. ഉണ്ടായിട്ടുണ്ട്. അതായത് പാനിക്സുമായിട്ട് വരുന്ന ചില യങ് ഏജിലുള്ളവര്, അവര് നമ്മുടെ അടുത്ത് ജോലിയൊന്നുമില്ല, പഠിക്കണു എന്നുള്ള പോലെ ഉള്ളൂ. ചിലപ്പോൾ ഞാനൊരു ഓൾഡ് സ്കൂൾ ഓഫ് തോട്ട് ആണെന്ന് വിചാരിച്ചിട്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കുമ്പോഴാണ് അവർ പറയുക എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അപ്പോൾ അതിന്ന് എനിക്ക് കണ്ടന്റ് കിട്ടണില്ല. എന്നോട് ഇങ്ങോട്ട് ചോദിച്ചവരുണ്ട്, കണ്ടന്റ് പറഞ്ഞു തരുമോ, മാഡം വന്നിരുന്നു വല്ലതും സംസാരിക്കുമോ, അല്ലെങ്കിൽ ഞാൻ എന്താ പറയണ്ടേന്നൊന്ന് പറഞ്ഞു തരുമോ, ഇങ്ങനെ ചോദിക്കണം. അത്ര ദാരിദ്ര്യം അതുണ്ട്. എന്താന്ന് വെച്ചാൽ എല്ലാം എല്ലാവർക്കും അറിയണില്ലല്ലോ. ഇപ്പോ ഒരു സ്പോർട്സ് പേഴ്സണിന് ചിലപ്പോ സൈക്യാട്രിയെ പറ്റിയിട്ട് അത്ര അറിയുന്നുണ്ടാവില്ല, അവര് അവരുടെ ഫീൽഡിലുള്ള കാര്യങ്ങളായിരിക്കും ഇടുന്നത്. സെയിം വേ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടല്ല ഇരിക്കണേ, എല്ലാരെയും എല്ലാം അറിയിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഇൻഫ്ലുവൻസേഴ്സും മറ്റൊരൊക്കെ ഇറങ്ങി പുറപ്പെടണതും. അപ്പോ ഈ ആങ്സൈറ്റി, പാനിക്സ്, അൺസർട്ടനിറ്റി അബൌട്ട് ദ ഫ്യൂച്ചർ ഓഫ് ദിസ് കരിയർ, ദിസ് മണി മേക്കിംഗ് ആൻഡ് അപ്പിയറൻസിന്റെ തന്നെ പ്രശ്നങ്ങൾ, ഇത് മറ്റുള്ളവരെ ഫാമിലിയിലോ അല്ലെങ്കിൽ അടുത്തവരോ അറിയാണ്ട് ചെയ്യുന്നവരുണ്ട്. ഇവർക്കൊന്നും ഇതിന് ആക്സസ് ഉണ്ടാവില്ല, അപ്പൊ അവരറിയില്ല ഞാൻ കാണിക്കുന്ന ഗോഷ്ഠികള്. അതുകൊണ്ട് കംഫർട്ടബിൾ ആയിട്ട് ഇത് ചെയ്യുന്നവരുണ്ട്. അത് അറിയുമോ എന്നുള്ള പേടി എപ്പോഴും ഈ ഒളിച്ചിരുന്ന് കള്ളുകുടിക്കണ പോലെയാണ്. അങ്ങനത്തെ ആങ്സൈറ്റീസ് ഭയങ്കര കോമണാ. പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ ഒന്ന് സക്സസ്ഫുൾ ആയി അല്ലെങ്കിൽ ആഗ്രഹിച്ച പോലെ സക്സസ്ഫുൾ ആവാണ്ടിരുന്നിട്ട് പിന്നെ ഡിക്ലൈൻ വരുമ്പോഴൊക്കെ ഉണ്ടാവുന്ന ഡിപ്രഷൻ, ജസ്റ്റ് ലൈക്ക് ഹൗ യു ഫെയിൽ ഇൻ എ റിലേഷൻഷിപ്പ് ഓർ യു ഫെയിൽ ഇൻ എൻ എക്സാമിനേഷൻ, അതുപോലത്തെ ലെവലിലേക്ക് തന്നെ ഈ സങ്കടങ്ങൾ പോകുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ അൾട്ടിമേറ്റ് ഇതൊരു റിവേഴ്സിബിൾ സംഭവമല്ല എന്ന് പോലും മനസ്സിലാക്കാതെ അൾട്ടിമേറ്റ് ആയിട്ട് എല്ലാവരും വിചാരിക്കുന്നത് ഇത് അവസാനിപ്പിക്കുക ഇനിയെന്നല്ലേ. ഈ കണ്ടന്റ് ക്രിയേഷൻ അവസാനിപ്പിക്കുക എന്നല്ല, ജീവിതമേ അവസാനിപ്പിക്കാം എന്നാണ്. ബിക്കോസ് ഐ എം നോട്ട് എ സക്സസ്. ഞാൻ സക്സസ്ഫുൾ ആവാവുന്ന വേറെ എന്തൊക്കെ ഫീൽഡുകളുണ്ട്. ഞാനൊരു നല്ല വീട്ടമ്മ ആയിക്കൂടെ, ഞാനൊരു നല്ല ടീച്ചർ ആയിക്കൂടെ, ഞാനൊരു നല്ല സെക്രട്ടറി ആയിക്കൂടെ, അല്ലെങ്കിൽ ഞാൻ നല്ലൊരു സ്പോർട്സ് പേഴ്സൺ ആയിക്കൂടെ. അതൊന്നും അല്ലാണ്ട് ഞാൻ ഈ കണ്ടന്റ് ക്രിയേഷനിൽ തന്നെ സക്സസ് ആവണം എന്ന് വിചാരിക്കണത് എന്താ? അത് 10 പേര് തുടങ്ങിയാൽ ഒരാൾക്ക് അതിനുള്ള ചാൻസ് ഉള്ളൂ എന്നുള്ളത് സ്വയം. അവിടെയാണ് ഞാൻ എൻ്റെ സ്റ്റാൻഡേർഡ്, എനിക്ക് എത്ര പറ്റും, എൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് ഞാൻ സ്വയം തിരിച്ചറിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. റിയലിസ്റ്റിക് ആയാൽ മാത്രം മതി അതില്. ഇപ്പൊ മാഡം പറഞ്ഞ ഈ ഒരു പോയിന്റില് വെൻ യു സെഡ് അബൌട്ട് വീട്ടമ്മ ആൻഡ് ഹോം മേക്കർ, ഇപ്പോ കുറെ ഇൻഫ്ലുവൻസേഴ്സ് വൈറൽ ആവാൻ they use their kids to promote their videos, അവരുടെ birth, അവരുടെ first date, school, trips. How healthy is it and how അത് from a child അത് എത്ര ബാധിക്കുന്നുണ്ട്? ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റാർ കിഡ്സിന് ഉണ്ടാവണ പോലത്തെ ഒരു പ്രശ്നത്തിന് തുല്യമാണ്. ഞാൻ എന്ത് ചെയ്യുന്നതും റെക്കോർഡബിൾ, ഞാൻ എന്ത് ചെയ്യുന്നതും മറ്റുള്ളവർ കണ്ടോളണം, ഞാൻ എന്ത് ചെയ്യുന്നതിനെയും അപ്രീഷിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു ചിന്ത കുട്ടികൾക്ക് ഒരു ചെറിയ പ്രായത്തിൽ കയറുകയാണ്. അമ്മയോ അച്ഛനോ തരണ പ്രൊമോഷനോ ഒന്നും സമൂഹം എപ്പോഴും കൊടുത്തോളണം എന്നില്ല. അമ്മമാരും അച്ഛന്മാരും ഇത് ഇവരെ വെപ്പണായിട്ട് ഉപയോഗിക്കുമ്പോൾ, വെപ്പൺ അല്ലെങ്കിൽ ഏജന്റ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അവരുടെയും പ്രതീക്ഷ എൻ്റെ കുട്ടിയെ എല്ലാവരും കണ്ട് അപ്രീഷിയേറ്റ് ചെയ്യട്ടെ എന്നുള്ളതാണ്.
തീർച്ചയായിട്ടും നമുക്കൊക്കെ നമ്മുടെ മക്കൾ വലിയ സംഭവങ്ങൾ തന്നെയല്ലേ. പക്ഷെ അതുപോലെ അവരും അത് കണ്ടോളണം എന്ന് പറയുമ്പോൾ അതിലൊരു ഭംഗികേടുണ്ട്. ഈ നിരാശ അല്ലെങ്കിൽ സങ്കടം ഈ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമല്ല, അതിലത്തെ വെപ്പൺസിനും ഉണ്ട്. ബിക്കോസ് ഇവരിത് ചെയ്യിപ്പിക്കുന്നത് പലപ്പോഴും പല സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടൊക്കെ ആയിരിക്കും. നീ ഇത് ചെയ്യേ, വൈറലാവും, ആൾക്കാരൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യും, നീ ഭയങ്കര ഫേമസ് ആവും. അങ്ങനെ ആയില്ലെങ്കിൽ ഈ കുട്ടികൾക്ക് കിട്ടുന്ന നിരാശ എന്താ? അവർക്ക് ഈ സെൽഫ് എസ്റ്റീം ഇല്ലായ്കയും ഡിഫിഡൻസും ഒക്കെ അവർക്ക് കുഞ്ഞു പ്രായത്തിലേ വരികയാണ്. കുറച്ച് പ്രായമായി കഴിഞ്ഞിട്ട് ഞാൻ നന്നായി പഠിക്കും, ഇതായില്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് ഫുട്ബോൾ കളിക്കും, അത് മതി, അതായില്ലെങ്കിൽ സാരമില്ല എന്ന് വിചാരിക്കാനുള്ള മെച്യൂരിറ്റി അവർക്ക് ആവും. പക്ഷെ അതിലും ചെറിയ കുട്ടികളോ ഫസ്റ്റ് ഡേ ഇൻ കിൻഡർ ഗാർട്ടൻ എന്നുള്ളതൊക്കെ അവർക്ക് എന്ത് അറിഞ്ഞുകൊണ്ടാണ്. ഇവിടെയും അഗൈൻ റിയലിസ്റ്റിക് ആവുക എന്നുള്ളതാണ് കാര്യം. നമുക്കൊക്കെ ഫേമസ് ആവണം, ആൾക്കാർ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യണം, നമുക്ക് അതിന്റെ പേരിൽ ഒരു ലൈം ലൈറ്റിൽ നിൽക്കണം എന്ന് നമുക്കൊക്കെ ഉണ്ട്. അത് മനുഷ്യന്റെ ഒരു ബേസിക് സംഭവമാണ്. നമ്മള് ഇടുന്ന ഡ്രസ്സസ്, നമ്മൾ വെയർ ചെയ്യുന്ന ഡ്രസ്സസ് ആയാലും നമ്മൾ നമ്മളെ തന്നെ ആക്സസറൈസ് ചെയ്യണതും ഒക്കെ അതിനു വേണ്ടി തന്നെയാ. സോഷ്യൽ ആക്സെപ്റ്റൻസ്, അതിൽ അയാളെക്കാട്ടിലും ഞാൻ ഇത്തിരി മെച്ചമായിട്ട് നിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ്. അത് ട്രൂ ആണ്, ഹ്യൂമൻ നേച്ചർ ആണത്. പക്ഷെ അതിനൊരു ലിമിറ്റ് വെച്ചില്ലെങ്കിൽ അത് നമ്മുടെ കാഴ്ചപ്പാട് പോലെയാണ് ഡോക്ടർ വിവേക്. അവർക്ക് അങ്ങനെയല്ല, അവർക്ക് സെല്ല് ചെയ്യുകയാണെന്നോ അങ്ങനെയല്ല അവർ വിചാരിക്കുന്നത്. ആക്ച്വലി കാണുന്ന നമ്മൾക്കാണ് അങ്ങനത്തെ ഒരു വക്രബുദ്ധി വരുന്നത്. കഷ്ടം ഈ കുട്ടികളെ വെച്ചിട്ടോ. അത് തന്നെ അരുതാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ, കുറച്ചും കൂടെ പ്രായം ചെന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കൊച്ചുകുട്ടികളെ കൊണ്ട് ചെയ്യിക്കുമ്പോഴൊക്കെ. പക്ഷെ അത് ഈ ചെയ്യുന്ന ആൾക്കാർക്ക് അതിലത്തെ എത്തിക്സോ, ഇപ്പം വേറൊരാളുടെ കുട്ടിയെ വെച്ചിട്ട് നമ്മളത് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസ് വരും, അല്ലെങ്കിൽ നിയമപരമാവും. വരണില്ലേ, ഇത് അരുതാത്തതൊന്നും ഞാൻ കുട്ടികളെ കൊണ്ട് ചെയ്യിച്ചിട്ടില്ല എന്നൊക്കെ നമ്മള് ഡിസ്ക്ലെയിമർ വെക്കണ്ടേ? എന്റെ കുട്ടിയാവുമ്പോൾ എനിക്ക് എന്തും ചെയ്തൂടെ? ചോദിക്കാൻ ആളില്ലല്ലോ. ഇവിടെ പുറത്തെവിടെയെങ്കിലും ആണെങ്കിൽ അങ്ങനെയല്ല. അവര് തന്നെ വിളിക്കും, 100 വിളിച്ചിട്ട് ഇങ്ങനെ ചെയ്തു ഇവര് എന്നുള്ളത് വിളിച്ചു പറയും. കൊച്ചുകുട്ടികൾക്ക് അവിടെയൊക്കെ ആദ്യത്തെ തന്നെ ഇൻഫർമേഷൻ കൊടുക്കുന്നത് അങ്ങനെയാ. ഇഫ് എനിവൺ ഈസ് മിസ്ബിഹേവിംഗ് വിത്ത് യു, ഇഫ് യു ഫീൽ സോ, കോൺടാക്ട് us എന്നാണ്. മാഡം, എനിക്ക് രണ്ട് കോമൺ സിനാറിയോസ് വിച്ച് ആർ വെരി കോമൺ ഇൻ അവർ ഹോംസ് ഓർ ഇൻ അവർ സൊസൈറ്റി ഒന്ന് ചോദിക്കുന്നുണ്ട്. വൺ ഈസ് ഐദർ യു ആർ അറ്റ് എ ഡൈനിങ് ടേബിൾ, ഒരു ഫാമിലി ഒരു ഡൈനിങ് ടേബിൾ ഇരിക്കുകയാണ്, ഓർ ഇപ്പൊ ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ദേ ആർ സിറ്റിംഗ് ഇൻ അറൌണ്ട് ദ ടേബിൾ. ഇഫ് യു സീ ഫാദർ, മദർ, കുട്ടികൾ എല്ലാവരും ഫോണിലാണ്. No one is really interacting with each other. How does that influence our family? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തത്, how can we correct it? വ്യക്തിബന്ധങ്ങള് വെർച്വൽ ആവുകയാണ്. തൊട്ടപ്പുറത്തിരിക്കണ അച്ഛനും മകൻ ചിലപ്പോൾ മെസ്സേജ് ഇടുകയായിരിക്കും. ഈ ഫോണും വെച്ച് ചെയ്യുന്നത് അത് തന്നെയായിരിക്കും. ഇങ്ങനെ പറയണതിന് പകരം ഇതിൽ കൂടെ ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ആദ്യം തന്നെ ഇതിനൊരു എല്ലാവരും കൂടിയിരുന്നിട്ടുള്ള ഒരു തീരുമാനം എടുക്കണം. അത് ആര് ചെയ്താലും അതിനുള്ള പെനാൽറ്റി വേണം. അപ്പോ ഫാമിലി ടൈം ആണിത്. അപ്പം ഭക്ഷണ സമയം ആ ടേബിളിലേക്ക് ഇത് കൊണ്ടിരില്ല. അതിന്റെ പേരിൽ എന്ത് വലിയ സംഭവം ഉണ്ടായാലും ഒരു അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ ഒക്കെ ആണെങ്കിൽ എമർജൻസി വന്ന് ചെയ്യേണ്ടി വന്നേക്കും. പക്ഷെ അപ്പോഴും അത് എണീറ്റ് പോയി ഫോൺ എടുത്തിട്ട് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതല്ലാണ്ട് ഇവിടെ തന്നെ കയ്യിൽ വെക്കുക എന്നുള്ളത് ചെയ്യില്ല. അത് LKG പഠിക്കണ കുഞ്ഞാണെങ്കിലും രാജ്യം ഭരിക്കണ ആളാണെങ്കിലും ഒരേപോലെ ഒരു ടേബിളിൽ അത് നിയമം എന്നുള്ള പോലെ വെക്കണം. അപ്രോച്ചബിൾ അല്ലാണ്ട്, ആക്സസിബിൾ അല്ലാണ്ട് വെക്കുക. ചിലരുണ്ട്, വീട്ടമ്മയാണ് സാധാരണ അതിന് മുൻകൈ എടുക്കുക. ഒരു ബാസ്ക്കറ്റുമായിട്ട് വരും, ഇട്ടാലേ ഞാൻ ഫോൺ ഇതിൽ വെച്ചോ, ഇല്ലെങ്കിൽ ഞാൻ സെർവ് ചെയ്യില്ല. ഏതോ ഒരു ഹോട്ടലിൽ അങ്ങനെയുണ്ട്. എനിക്കത് എവിടെയാന്ന് ഇപ്പൊ പ്ലേസ് ചെയ്യാൻ പറ്റണില്ല, ഇന്ത്യയിലല്ല. അങ്ങനെ ഒരു സ്ഥലമുണ്ട്. വെയിറ്റർ ആദ്യം ഒരു ബാസ്ക്കറ്റുമായിട്ടാ വരിക ഫോൺ വെക്കാനായിട്ട്. അടുത്ത് തന്നെ ഉണ്ടാവും, പക്ഷെ ഇവർക്ക് കിട്ടില്ല. എടുത്താൽ അല്ലെങ്കിൽ ഇത് കൊടുക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ അവർക്ക് സെർവ് ചെയ്യില്ല ഭക്ഷണം. അതൊരു രസമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ടെക്സ്റ്റിംഗ് among ഈ ഫാമിലി മെമ്പേഴ്സ് എന്നുള്ളതിനെ റെസ്ട്രിക്ട് ചെയ്യണം. കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ നേരിട്ട് പറഞ്ഞാൽ, ഞാൻ ഇന്ന ക്ലാസ്സിന് പൊക്കോട്ടെ,
ഞാൻ നാളെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ഔട്ടിങ്ങിന് പൊക്കോട്ടെ എന്നുള്ളത് നേർക്ക് നേരെ ചോദിക്കണം. എന്താ കാര്യം എന്നറിയോ? ഞാൻ നേരിട്ട് ഡോക്ടർ വിവേകിനോട് സംസാരിക്കുമ്പോൾ ഞാനൊരു ഡെക്കോറം കീപ്പ് ചെയ്യും, ഇല്ലേ? ഞാനൊരു മാന്യമായിട്ടുള്ള രീതിയിലേ സംസാരിക്കുള്ളൂ. പക്ഷെ എനിക്ക് നല്ല ദേഷ്യം വന്നിട്ടുണ്ട് വിവേകിനോട്. ഞാൻ എന്ത് ചെയ്യും? ഞാനൊരു 4 ചീത്ത ടെക്സ്റ്റ് ചെയ്യും, എനിക്കൊരു ഇൻഹിബിഷനും ഇല്ല. അല്ലെങ്കിൽ ഒരു സ്റ്റിക്കർ വിടും, ഒരു ഇമോജി വിടും. അവിടെ നമ്മുടെ പേഴ്സണാലിറ്റിയെ മാറിപ്പോവാണ്. ഇയാൾ ഇങ്ങനെയൊക്കെ പറയല്ല, ടെക്സ്റ്റ് ചെയ്യാണ്. ചിലപ്പോ റെഡിമെയ്ഡ് സാധനങ്ങൾ പോലും ഉണ്ടല്ലോ അയക്കാൻ, എന്റെ ദേഷ്യമോ സങ്കടമോ സന്തോഷമോ പ്രണയമോ ഒക്കെ. ആക്ച്വലി കുറെ കാൽപ്പനികമായിട്ടുള്ള സമയങ്ങളും കുറെ നല്ല നല്ല മൊമെന്റ്സും നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് ഈ യന്ത്രം വഴി. തിരിച്ചും നേരിട്ട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇതിൽ കൂടെ ഒന്ന് ഇനീഷ്യേറ്റ് ചെയ്തിട്ട് പിന്നെ അത് ടേക്കപ്പ് ചെയ്യണവരും ഉണ്ട്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇത് തന്നെയാണ്, നെഗറ്റീവ്. ഞാൻ നേർക്ക് നേരെ പറയാൻ മടിക്കുന്ന പല കാര്യങ്ങളും ത്രൂ സ്ക്രീൻ അല്ലെങ്കിൽ ത്രൂ ടെക്സ്റ്റിംഗ്, ത്രൂ നെറ്റ് ഞാനത് പബ്ലിക് ആക്കും, അല്ലെങ്കിൽ 1-to-1 എങ്കിലും ഞാൻ ആക്കും. പിന്നെ ഒന്ന് എന്താന്ന് വെച്ചാൽ, എണീറ്റ് പോയി ഒന്ന് ഫോൺ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് വേണ്ടാന്ന് നിൽക്കും. അത് അടിക്കട്ടെ, ഞാൻ ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് അറ്റൻഡ് ചെയ്യാം എന്ന്. അത്ര വലിയ മാരക കാര്യങ്ങളൊന്നും നമ്മൾ ഹാൻഡിൽ ചെയ്യണമൊന്നുമില്ല. ആ ഒരു ഭക്ഷണം, ഒരു ദോശ കഴിക്കാനുള്ള നേരം കൊണ്ട് എന്ത് ലോകം മറിയാൻ അല്ലെ? അപ്പൊ അതിനുള്ള ഇൻസൈറ്റ് വേണം. ഞാനിത് ഓവർ യൂസ് ചെയ്യാണ്, ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യണില്ല ആ സമയം. അതേസമയം ആ സമയത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം. അന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ ഓരോരുത്തരും പറയുക, അത് ഏത് ഹൈറാർക്കിയിൽ വേണം എന്നുള്ളത് നമുക്ക് നിശ്ചയിക്കാം. എല്ലാവരും അവരവരുടെ അന്നത്തെ ദിവസത്തെ അനുഭവങ്ങൾ പറയുക. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം അത്. LKG കുട്ടിക്ക് ചിലപ്പോ ഫ്രണ്ട് എന്റെ പേന വലിച്ചെടുത്തു എന്നുള്ളതായിരിക്കും പറയാനുള്ളത്. അച്ഛന് ചിലപ്പോ ഒരു സബോർഡിനേറ്റിനോട് ദേഷ്യപ്പെടേണ്ടി വന്നു എന്നുള്ളതായിരിക്കാം. വാട്ടെവർ, കുട്ടികളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനും ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷനും കൂടെ ഉള്ള അവസരം അവിടെ വരണില്ലേ? ഞാൻ അയാളെ അങ്ങനെ ചീത്ത പറയണ്ടായിരുന്നു എന്ന് എന്റെ കുട്ടിയുടെ മുമ്പിൽ ഞാനത് പറയുമ്പോൾ ഞാൻ തന്നെ എന്നെ കറക്റ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു നല്ല സമയമാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് ആക്ച്വലി. അപ്പോ ടേബിൾ അല്ലെങ്കിൽ ഒരു ഡൈനിങ് ടേബിൾ അല്ലെങ്കിൽ ഒരു ഫാമിലി ടൈമില് യന്ത്രങ്ങള് കുറച്ചൊന്ന് ഡിസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്ത് ഈ സമയം വേറൊരു ക്വാളിറ്റിയിൽ യൂസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നല്ലതാണ്. അപ്പൊ നമ്മളെ കൂടുതൽ മറ്റുള്ളവർക്ക്, നമ്മുടെ ഫാമിലിക്ക് മനസ്സിലാക്കി കൊടുക്കാം, അവരെ നമുക്ക് കൂടുതൽ മനസ്സിലാവും. അതാണ് ഒരു യന്ത്രം ഒരു മീഡിയേറ്റർ ആയിട്ട് ഇല്ലാണ്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയാലുള്ള ഗുണം. സെക്കൻഡ് ഈസ് മോസ്റ്റ് കോമൺ ബെഡ്റൂം അല്ലെങ്കിൽ ബാത്റൂം. ഈ 2 സ്ഥലത്തും വെരി കോമൺലി യൂസ് ആർ ഫോൺ ഇല്ലാണ്ട്, ഫോൺ അടുത്തില്ലെങ്കിൽ സമാധാനമില്ല. How can we correct it in these 2 places? ഞാൻ റിവേഴ്സ് ഓർഡറിൽ പറയട്ടെ. ബാത്റൂം, ആക്ച്വലി നമ്മൾ ബാത്റൂമിൽ പോയിട്ട് നമ്മുടെ പ്രാഥമിക കൃത്യങ്ങളും കുളിയും ഒക്കെ ചെയ്യുന്നത് ഒരു വേസ്റ്റ് ഓഫ് ടൈം ആയിട്ടാണ് നമ്മുടെയൊക്കെ ഒരു വിചാരം. അതൊക്കെ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളാ, അതൊക്കെ ടൈം വേസ്റ്റ് ആണ്. അപ്പോ ആ വേസ്റ്റ് ചെയ്യണ സമയം തന്നെ കുറച്ചുകൂടെ യൂസ് ചെയ്യാൻ ഇതും വെച്ചിട്ട് ഇരുന്നാൽ അല്ലെ? കമോഡുമേ ഇരിക്കുമ്പോൾ ഇത് വെച്ചും കൊണ്ട്. പണ്ടൊക്കെ പുസ്തകവും വെച്ചിട്ട് ഇരിക്കണവരുണ്ട്, ഇപ്പൊ അതിന് പകരം മൊബൈൽ ഫോണാണ് എന്ന് മാത്രം. അപ്പൊ ഈ ടൈം അങ്ങോട്ട് മാക്സിമം യൂസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സൂത്രമാണ്. അത്ര വലിയ അഡിക്ഷൻ ഒന്നും ലോകത്ത് ഒരാൾക്കും ഇല്ല. അഡിക്ഷൻ ഇത് കയ്യിലില്ലെങ്കിൽ വിഡ്രോവൽ സിംറ്റം വരും എന്ന് പറയാൻ പാകത്തിനുള്ളതൊന്നും ശരിക്കും പറഞ്ഞാൽ ഇല്ല. ഉണ്ട്, വിഡ്രോവലില് വലിയ റിയാക്ഷൻസ് ഉണ്ടായിട്ടുള്ള ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഫോൺ കയ്യിൽ കിട്ടാണ്ട്. അപ്പൊ ഈ വേസ്റ്റേജ് ഓഫ് ടൈം മിനിമൈസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് ചെയ്യുന്നത്. അതൊരു പാട്ട് കേൾക്കാൻ ഇതിന്റെ ഉള്ളില് വിശ്രമവേള ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട് പാട്ടും വെച്ചിട്ട് കുളിക്കണത് ശരി, വെൽ ആൻഡ് ഗുഡ്. സ്ക്രീനിലേക്ക് നോക്കിക്കൊണ്ടിരിക്കൽ തന്നെയാണ് അതിനെക്കാട്ടിലും ഡാമേജ്. ഇനി മറ്റേ അടുത്ത എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബെഡ്റൂമില് ഇത് സയന്റിഫിക്കലി സ്റ്റഡി ചെയ്തിട്ടുള്ള കാര്യമാണ്. എന്താ ഉണ്ടാവണേ? നമ്മൾ ഇതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മള് ഡേ ടൈമിൽ ഇരിക്കണ പോലെയാ. എന്റെ കണ്ണിൽ കൂടെയല്ല, എന്റെ റെറ്റിനയിൽ കൂടെയല്ല എന്റെ ബ്രെയിനിന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്. അപ്പൊ അതിൽ ഞാൻ ഇന്റൻസ് ലൈറ്റാ കാണുന്നത്. ശരി, സൺ ഈസ് ഓൺ. യെസ്, ബ്രെയിൻ ഫീൽസ് സൺ ഈസ് ഓൺ. അപ്പം എനിക്ക് സ്ലീപ്പ് ചെയ്യേണ്ട സമയമായിട്ടില്ല. ഇതിലെ സ്ലീപ്പിനെയൊക്കെ സഹായിക്കുന്ന സാധനങ്ങൾ ഉണ്ടല്ലോ, മെലറ്റോണിനും ഒക്കെ. ഇത് സെക്രീറ്റ് ചെയ്യുന്നതും നമ്മളിൽ സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യുന്നതും ഒക്കെ
സൺലൈറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. കൃത്രിമ വെളിച്ചങ്ങളൊക്കെ പിന്നെയല്ലേ വന്നിട്ടുള്ളത്. പക്ഷെ ഒരു കോമൺ മാൻ വിചാരിക്കാൻ കുറച്ച് ഇതൊന്ന് കണ്ടിട്ട് ഞാൻ ഉറങ്ങും. ഈ പ്രാണായാമം ചെയ്ത് ഉറങ്ങാമെന്ന് പറയണ പോലെ പറ്റണ കാര്യമല്ല ഇത്. ഇത് ഓഫ് ആയി കഴിഞ്ഞ്, ഇന്റൻസ് ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞ് 2 hours എങ്കിലും വേണം മെലറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി ഉറങ്ങാൻ. അപ്പോ ഐഡിയലി എങ്ങനെയാ പറയാ, 2 മണിക്കൂർ, നിങ്ങൾ എപ്പോഴാണോ ഉറങ്ങാൻ ഉദ്ദേശിക്കുന്നത് അതിന് 2 മണിക്കൂർ മുമ്പെങ്കിലും എല്ലാ സ്ക്രീൻസും ഓഫ് ചെയ്യണം. പക്ഷെ നമ്മളെല്ലാവരും ഇതിങ്ങനെ വെച്ചിട്ട് അറിയാണ്ട് ഇങ്ങനെ ഉറങ്ങിപ്പോവാ. ഇത് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങി പോകുന്നുണ്ടല്ലോ, ഉറങ്ങി പോകുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ഹെൽത്തി സ്ലീപ്പ്. എപ്പോഴും വെളിച്ചം തന്നെ ആവുന്നത് നല്ലതല്ല നമ്മുടെ ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും. ഡാർക്ക്നെസ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്, ഫോർ അവർ നോർമൽസി, നോർമൽ ഹെൽത്ത്, സൈക്കോളജിക്കൽ ആൻഡ് ഫിസിക്കൽ. ഇപ്പോ കേട്ടിട്ടുണ്ടോ, ന്യൂയോർക്ക് സിറ്റിയില് രാത്രിയില്ല, എപ്പോഴും ലൈറ്റ് ഓൺ ആണ്. ഒന്നുകിൽ സൺലൈറ്റ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ്. എന്താ ഉണ്ടായിക്കണേ, എത്ര സ്പീഷീസ് ഓഫ് ഇൻസെക്ട്സ് ആൻഡ് ചെറിയ മൃഗങ്ങളാണ് അവിടെ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയത്. അവർക്ക് നോർമലായിട്ട് ജീവിക്കാൻ ഇരുട്ട് വേണം. അപ്പോ ഇരുട്ട് എന്ന് പറഞ്ഞിട്ട് സംഭവം അവിടെ ഇല്ല. ഇക്കോസിസ്റ്റത്തിന് ഉണ്ടാവുന്ന ദോഷങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ഭൂമി കുലുക്കവും വെള്ളപ്പൊക്കവും ഉണ്ടാവണമെന്ന് പറയണമെങ്കിൽ കുറ്റം പറയാൻ പറ്റുമോ? ഇതിനൊക്കെ ഒരു ബട്ടർഫ്ലൈ ഇഫക്റ്റ് ഉണ്ട്. ഞാനൊരു 2 മണിക്കൂർ മൊബൈൽ കണ്ടാൽ എന്തുണ്ടാവാനാ ദോഷം ലോകത്തിന്? ഉണ്ടാവും. ഇങ്ങനെ വിചാരിക്കുന്നത് 1 കോടി ആൾക്കാരാണെങ്കിലോ, 140 കോടിയാണെങ്കിലോ? അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും വാക്കിനും പ്രവൃത്തിക്കും ഒക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇൻ എ ഇൻഡിവിജ്വൽ ലെവൽ ആൻഡ് ഇൻ എ ലാർജർ ലെവൽ. തീർച്ചയായിട്ടും ഉണ്ട്. എനിക്ക് ഇതിനുള്ളൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആവാലോ. എനിക്ക് എൻ്റെ ഫാമിലിയിലുള്ള ഒരാളെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തത് കറക്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിലോ, ഞാൻ കറക്റ്റ് എന്നുള്ള വാക്ക് തന്നെയാ പറയണേ. ഇതൊന്നും ദോഷമല്ല. ഇതിനെ ഒന്നും നമുക്ക് ഇപ്പം എങ്ങനെയാ പറയാ, നെസസറി ഈവിൾ എന്ന് പറയണോ? അല്ലെ, ഇതെല്ലാം വേണം, പക്ഷെ ലിമിറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുക. ലേൺ ഹൗ ടു കൺട്രോൾ. ആദ്യത്തെ പോയിന്റ് ടൈം കുറയ്ക്കുക എന്നുള്ളതാണ്. ഇൻസൈറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് അതിലേറെ. ഇൻസൈറ്റ് ഉണ്ട് എന്ന് വെച്ചാൽ നല്ല കാര്യമാണ്. ഞാൻ ഡോക്ടർ വിവേകിനോട് കട്ടിയെ കുറയ്ക്ക് വേണ്ട എന്ന് പറയണതിനെക്കാട്ടിലും why should I obey her? അങ്ങനെയല്ലേ തോന്നുക? അതിന് പകരം ഇത് എനിക്ക് എൻ്റെ തടിക്ക് എടുക്കുന്നുണ്ട്. എല്ലാ ഡി അഡിക്ഷൻ്റെയും ബേസ് അത് തന്നെയാണ്. ദിസ് ഇസ് ഗിവിങ് യു സച്ച് ആൻഡ് സച്ച് ഗുഡ് തിങ്സ്, ദിസ് ഇസ് ഗിവിങ് യു സച്ച് ആൻഡ് സച്ച് ബാഡ് തിങ്സ്. ചൂസ്. എൻ്റെ തന്നെ തീരുമാനം ഇൻസൈറ്റോടെയുള്ള തീരുമാനമാണെങ്കിൽ അതിനൊരു ഇഫക്റ്റ് കൂടുതലായിരിക്കും. മനസ്സിലായില്ലേ? ആൻഡ് ആ ഇൻസൈറ്റോടെ നമുക്ക് തന്നെത്താൻ പറ്റണില്ലെങ്കിൽ നമുക്കൊരു പ്രൊഫഷണലിന്റെ ഹെൽപ്പ് സ്വീകരിക്കാം. പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരാളെ പ്രൊഫഷണൽ ആക്കാം. ഞാൻ കൂടുതൽ ഉപയോഗിക്കണം കണ്ടാൽ നിങ്ങളൊന്ന് റെസ്ട്രിക്ട് ചെയ്യൂ, ഒരു തെറ്റും അതിലില്ല. അവര് ചെയ്യുകയാണെങ്കിൽ എനിക്കും പറയാലോ. അങ്ങനത്തെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി നമുക്ക് സ്വയം വെക്കാം ഒരു ടൈമർ. ഇപ്പൊ ഇതിൽ തന്നെ വരുന്നുണ്ടല്ലോ ടൈം കൂടുമ്പോഴൊക്കെ, അല്ലെങ്കിൽ ഇത്ര സമയം ഞാൻ ഉപയോഗിച്ചു എന്നുള്ളത് വരുന്നുണ്ടല്ലോ. നമുക്ക് സ്വയം റെസ്ട്രിക്ട് ചെയ്യാം. പറ്റണില്ലെങ്കിൽ നമുക്ക് വേറൊരാളുടെ ഹെൽപ്പ് ഫാമിലിയിൽ നിന്ന് സ്വീകരിക്കാം, പുറത്തുനിന്നുള്ള ഒരു പ്രൊഫഷണലിന്റെ സ്വീകരിക്കാം. ആൻഡ് താങ്കൾക്ക് അറിയുന്നുണ്ടാവും ഇതിനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലും ഇപ്പൊ ഉണ്ട്. നമ്മൾ ആൽക്കഹോൾ ഡി അഡിക്ഷൻ ചെയ്യണ പോലെ തന്നെ ഗാഡ്ജറ്റ് ഡി അഡിക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അത് ഈ സമയത്തിന്റെ ആവശ്യമായി പോയി, നെസസിറ്റി. അതിലും ഒരു മോശമില്ല. വേണ്ടി വന്നാൽ എനിക്ക് തന്നെ പറ്റണില്ല, എനിക്ക് കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ട്, ഞാൻ ഒരു കണ്ണട വെക്കണു, മഴ പെയ്യുന്നുണ്ട്, ഞാനൊരു കുട പിടിക്കണു, അതുപോലെ തന്നെ. പിന്നെ ഉള്ളത് ഈ സമയം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് സ്വയമോ അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിന്റെ ഹെൽപ്പോട് കൂടിയോ. അതില് ഏറ്റവും ഗുണം ചെയ്യുക ഇതേപോലെ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്ന മറ്റു കാര്യങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഫിസിക്കൽ എക്സസൈസ്, ജോഗിങ്ങോ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ഐറ്റമോ. ഇപ്പൊ മാഡം ഒരു നല്ലൊരു ഓവർവ്യൂ അബൌട്ട് എല്ലാ കാര്യങ്ങളും, ഹൗ ഇറ്റ് എഫക്ട്സ് സംവൺ, എല്ലാം മാഡം പറഞ്ഞു. നൗ ഒരു ഫ്യൂ പോയിന്റേഴ്സ് ആസ് എ ഫാമിലി, ആസ് എ ഫാദർ, ആസ് എ മദർ, ആസ് എ ചൈൽഡ്, ആസ് എ ഗ്രാൻഡ് പാരന്റ്, ഹൗ ക്യാൻ വി
improve as a person regarding to mobile addiction? ഈ ആ ഒരു വാക്ക് ഇംപ്രൂവ്, ആ ഇംപ്രൂവ്മെന്റ് വേണമെന്ന് എനിക്ക് സ്വയം തോന്നണം. അല്ലെങ്കിൽ ഹൂഎവർ ഈസ് യൂസിങ് ഇറ്റ് അബ്നോർമലി, അബ്യൂസിങ് ഇറ്റ്, ആ ഒരു ഇൻസൈറ്റ് ഉണ്ടെങ്കിൽ ഈ കാര്യം വളരെ ഇഫക്റ്റീവ് ആവും. ബട്ട് ഇറ്റ്സ് നെവർ ഈസി. ലൈക്ക് എനി അതർ സബ്സ്റ്റൻസ് ഓഫ് അഡിക്ഷൻ, ഇതും അങ്ങനെ തന്നെ നമ്മളെ ചിലപ്പോൾ എനിക്ക് തോന്നുക കൂടുതൽ ദിസ് ഇസ് മോർ അഡിക്റ്റീവ് ദാൻ എനിത്തിങ് എൽസ്. അതിന്റെ ഇഫക്റ്റുകൾ ഇമ്മീഡിയറ്റ് അല്ല, ലോങ് ടേം ആണ്. 10 കൊല്ലം കഴിഞ്ഞിട്ടേ ഞാൻ എന്തൊക്കെ നഷ്ടപ്പെടുത്തി ഇതിനു വേണ്ടി എന്നുള്ളത് ഞാൻ തിരിച്ചറിയുള്ളൂ. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആവശ്യമുള്ള ഒരു കാര്യമാണിത്. അതേസമയം അതിന്റെ റിസൾട്ട് ഒരിക്കലും ഇമ്മീഡിയറ്റ് ആയിരിക്കില്ല, പക്ഷെ ഇറ്റ് വിൽ ബി ഇഫക്റ്റീവ്. പ്രായത്തിനനുസരിച്ചിട്ടാണ് നമ്മുടെ സ്ട്രാറ്റജീസ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അപ്പോ ഇതിൽ ഒരാൾക്കെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ദ ഹോൾ ഫാമിലി ഹാസ് ടു അഡ്ജസ്റ്റ്, റാദർ ദേ ഹാവ് ടു ബി റിയലി ആക്റ്റീവ്, പ്രോ ആക്റ്റീവ് ടു കൺട്രോൾ ദിസ്. കൺട്രോൾ എന്നാണ് അതിന്റെ വാക്കും. നമുക്കത് ഇല്ലാണ്ടേ ഒന്നും ഇനി സാധിക്കില്ല. അപ്പോൾ ടൈം റെസ്ട്രിക്റ്റ് ചെയ്യുക, ഇഫക്റ്റീവ് ആക്കുക. എന്റർടൈൻമെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന സമയം റെസ്ട്രിക്റ്റ് ചെയ്യുക. ഇഫ് യു കാൺട്ട്, reduce the time for academics or professional work. അതാണ് ആദ്യത്തെ കാര്യം. ഇപ്പൊ സ്കൂൾ കുട്ടികളാണെന്നുണ്ടെങ്കിൽ പഠിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ആവാം, പക്ഷേ അത് മൊബൈലിന് പകരം ലാപ്ടോപ്പ് ആക്കൂ, ലാർജർ ദ സ്ക്രീൻ. നമ്മൾ കാണും എന്താണ് ഈ ഇത് വെച്ചിട്ട് ചെയ്യണേ എന്നുള്ളത്. ഈ ഇങ്ങനെ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് അത്ര എത്തി നോക്കി ഇഫക്റ്റീവായിട്ട് അറിയണേന് പകരം. പിന്നെ ഒരു കാര്യം നമ്മൾ നോ പറയുമ്പോൾ അതിനുള്ള റീസണും കൂടെ മനസ്സിലാക്കി കൊടുക്കുക. കുട്ടിയായാലും പ്രായമുള്ള ഒരാളായാലും, വൈ യു ഷുഡ് നോട്ട് ഡു ദിസ്, വൈ യു ഷുഡ് റെസ്ട്രിക്റ്റ് ഇറ്റ്, വൈ യു ഷുഡ് ഓപ്റ്റ് ആൾട്ടർനേറ്റീവ് മെത്തേഡ്സ്. ഈ ആൾട്ടർനേറ്റീവ് മെത്തേഡ്സ് നമ്മൾ സ്വാദുള്ള ഒരു സിറപ്പ് കുടിക്കണതിന് പകരം ഒരു കഷായം കൊടുക്കുമ്പോൾ അവർക്ക് സിറപ്പ് മതി എന്നാ പറയുക, കഷായം വേണ്ടെന്നാ പറയുക. അതേപോലെ തന്നെയാണ് ഇതും. സ്ക്രീനിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്ര തന്നെയെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവരത് ആക്സെപ്റ്റ് ചെയ്യും. അതിനൊരു ട്രയലെങ്കിലും നമ്മൾ ചെയ്യണം. അതിന് ആവശ്യം ചിലപ്പോൾ ഒരു ബ്രേക്ക് ഡൗൺ തന്നെ വരണം. നെറ്റ് ഇല്ല, നമുക്ക് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കാം നെറ്റ് ഇല്ല എന്നുള്ള ഒരു അവസ്ഥയെ. ഇഫ് ഇറ്റ്സ് ദാറ്റ് സിവിയർ, അതിൽ ഒരു തെറ്റുമില്ല. നമ്മൾ അവരുടെ ഹ്യൂമൻ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുമൊന്നും അല്ല. ആക്ച്വലി ഇതൊക്കെ ലക്ഷറീസ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് പിന്നെയുള്ള ദിവസങ്ങളിൽ നമുക്ക് അന്നത് പോയിപ്പോ എന്ത് രസമായിരുന്നു എന്നുള്ളത് വെച്ചിട്ട് തുടങ്ങാം. നമ്മൾ എത്ര വർത്താനം പറഞ്ഞു എന്ന് പറയാം. അപ്പാപ്പന്റെ എത്ര ഹിസ്റ്ററി, നമ്മൾ എത്ര കഥകൾ കേട്ടു നമുക്ക് പറയാം. അമ്മമ്മ എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ബ്യൂട്ടി കെയറിന് വേണ്ടി പറഞ്ഞു തന്നു എന്ന് പറയാം. ഇതൊക്കെ പറയുമ്പോഴും ഞാൻ ഇതിൽ നിന്നൊന്നും അതീതയല്ല, പക്ഷെ ഞാൻ ചെയ്യുന്ന സൂത്രങ്ങൾ ഇതാണ്. ഇപ്പൊ എന്റെ ജോലി പ്രകാരം എനിക്ക് കുറെ ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം. അതെനിക്കൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്, ഈ യന്ത്രത്തിന്റെ മുമ്പിൽ ഇരിക്കണേനെക്കാട്ടിലും. അതെനിക്ക് മറ്റവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. സംസാരിക്കുന്നത് വഴി നമുക്ക് കിട്ടുന്ന ഒരു വൈബ്, ഒരു എനർജി, ഒരു ഇംപ്രൂവ്മെന്റ് ഇൻ അവർ ഓൺ കൾച്ചർ, അവർ ഓൺ പേഴ്സണാലിറ്റി. ഈ ഫാഷനബിൾ പേരുകൾ പലതും ഉണ്ടല്ലോ, ഡം സ്ക്രോളിങ്, ഡം സർഫിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എൻ്റെ ഒക്കെ ഉള്ളിലുള്ളത് ഇത്രക്കേ ഉള്ളൂ. നമ്മള് വേണ്ടതിനേക്കാൾ കൂടുതൽ സമയം ഈ നെറ്റിലെ സ്ക്രീനില് യൂസ് ചെയ്യണു എന്നുള്ളത്. അപ്പൊ ഞാൻ ഇതാണ് ചെയ്യണേന്ന് അന്തസ്സോടെ പറയുന്ന ആൾക്കാരുണ്ട്. അത് അത്ര വലിയ കേമമല്ല, അത് നിങ്ങളെ ശരിക്കും ഡൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നാൽ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരത് ഇന്ന് കറക്റ്റബിൾ ടൈമിൽ തന്നെ തിരിച്ചു പോരാൻ പറ്റിയ നല്ലതാ. ബിയോണ്ട് സംതിങ് അല്ലെ, നമുക്ക് പറ്റാത്ത സമയം, കറക്റ്റബിൾ അല്ലാതെ ആവണ സമയങ്ങൾ വരില്ലേ, അതിനു മുമ്പേ നമുക്ക് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രധാനമാണ്. എനിക്കൊരു ജലദോഷപ്പനി വന്ന് കിടന്നാൽ ഈ വെർച്വൽ വേൾഡിലെ ഒരു ഫ്രണ്ടും വരില്ല, എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടാവുള്ളൂ. എൻ്റെ അച്ഛൻ എന്നെ തല്ലാൻ വിളിക്കുമ്പോൾ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ എൻ്റെ അപ്പാപ്പനും അമ്മയും ഉണ്ടാവുള്ളൂ എന്നുള്ളത് തിരിച്ചറിയണം. ശരിക്കുള്ള വ്യക്തികളുടെ ഇമ്പോർട്ടൻസ് അത് നഷ്ടപ്പെടുന്നതിന് മുമ്പ് നമ്മൾ നേടിയെടുക്കണം. അതിനുള്ള ഒരു ഹിൻഡ്രൻസ് ആണ് ഈ സ്ക്രീൻ. ഇവരെ തന്നെ അവർക്കൊരു ഹെൽപ്പ് വേണ്ടപ്പോൾ പ്രൊട്ടക്ട് ചെയ്യാനോ ഹെൽപ്പ് ചെയ്യാനോ ഇതേ സ്ക്രീനുകൾ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ജുഡീഷ്യസ് യൂസ്,
ലിമിറ്റഡ് യൂസ്. പലരുടെയും ബെസ്റ്റ് ഫ്രണ്ട് മൊബൈൽ ഫോണാണ്, പലരുടെയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്, വെർച്വൽ വേൾഡിലത്തെ. അതല്ല ശരി എന്നുള്ളത് തിരിച്ചറിവ് തന്നെ വരണം, പ്രത്യേകിച്ച് യങ് ഏജിലുള്ളവർ. അങ്ങനെ എൻ്റെ ഫാമിലി അല്ലെങ്കിൽ എൻ്റെ കരിയർ, എൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നുള്ളത് ഒരു ലക്ഷ്യമായിട്ട്, ആ ഒരു ലക്ഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് ദോഷം ചെയ്യണതിനൊക്കെ വേണ്ടാന്ന് വെക്കും. അത് സ്ക്രീനാണെങ്കിലും, ഒരു ദുശ്ശീലമാണെങ്കിലും, ഇതൊരു ദുശ്ശീലാണ്, ഒരു വ്യക്തിയാണെങ്കിലും. ഇപ്പൊ ഒരു വ്യക്തി എനിക്ക് നെഗറ്റീവായിട്ടാണ് എനിക്ക് എൻ്റെ ലൈഫിൽ നിൽക്കണത് എന്നുണ്ടെങ്കിൽ അതിനെയും ഒഴിവാക്കാൻ ഈ ഒരു ഇൻസൈറ്റ് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യും. നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ നമ്മളെ തന്നെ ഇംപ്രൂവ് ചെയ്യാനല്ലേ വെയ്പ്പ്. അപ്പോ ഇതൊക്കെ പറയുമ്പോഴും ഇറ്റ്സ് എ ഡിഫിക്കൾട്ട് ടാസ്ക്. ഈ തിയറി പറയണ പോലെയല്ല പ്രാക്ടീസ് ചെയ്യുമ്പോൾ. ഒരു ദിവസം കൊണ്ട് ഒരു ഇംപ്രൂവ്മെന്റും വരാനില്ല ഒരു കാര്യവും. പക്ഷെ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. തീർച്ചയായിട്ടും ഇഫക്റ്റീവ് ആവും. എന്നുവെച്ചാൽ നമ്മുടെ മുമ്പിൽ ജീവനോടെയുള്ള എക്സാമ്പിൾസ് ഇരിക്കുകയാണ്. അപ്പിയറൻസ് മാറിയിട്ട് അച്ചീവ്മെന്റ്സ് മാറി ഇംപ്രൂവ് ചെയ്തിട്ട് വരുന്ന ആൾക്കാരെ കാണുമ്പോഴാണ് ഓ ഇതൊക്കെ ശരി തന്നെയാണല്ലേ, ഞാൻ ഇതൊക്കെ പറഞ്ഞു കൊടുത്തു, അവരത് പ്രാക്ടീസ് ചെയ്തപ്പോൾ ഗുണം കിട്ടിയല്ലേ എന്ന് എനിക്ക് തന്നെ ഒരു റീഅഷുറൻസ് വരുന്നത് അവരെ ഞാൻ കാണുമ്പോഴാണ്. പക്ഷെ എല്ലാ കാര്യങ്ങളിലും എന്നുള്ള പോലെ തന്നെ പരാജയവും ഇതിലുണ്ടാവുന്നുണ്ട്. പക്ഷെ വീണതല്ല കുഴപ്പം, വീണിട്ട് അവിടെ തന്നെ കിടക്കുമ്പോഴാണ് എണീക്കണം. ഇന്നൊരു ദിവസം ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും കൂടുതൽ സ്ക്രീൻ യൂസ് ചെയ്തു, ഞാൻ തന്നെ എനിക്ക് റെസ്ട്രിക്ഷൻ വെക്കണം. നാളെ ഞാൻ അത്ര കുറവേ ഉപയോഗിക്കുള്ളൂ. എനിക്ക് ശരിക്കും 2 മണിക്കൂർ ഉപയോഗിക്കാം, പക്ഷെ ഇന്ന് ഞാൻ 20 മിനിറ്റ് കൂടുതൽ ഉപയോഗിച്ചു, നാളെ ഞാൻ അതിന് കുറവേ ഉപയോഗിക്കുള്ളൂ എന്ന് സ്വയം ചെയ്യാൻ പറ്റണം. കാരണം എനിക്ക് എന്നെ തന്നെ പറ്റിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് ഡോക്ടർ വിവേകിനോട് പറയാം, ഓ ഞാൻ ഇന്ന് 1.5 മണിക്കൂറേ യൂസ് ചെയ്തുള്ളൂ, ശരി എന്താന്ന് എനിക്കറിയാലോ. സോ ഐ കാൺട്ട് ചീറ്റ് മൈസെൽഫ്. ഈ ഒരു അപ്രോച്ച് ആണെന്നുണ്ടെങ്കിൽ സ്ക്രീനല്ല എന്തും വേണ്ടാന്ന് വെക്കാനും അതിന്ന് ബെറ്റർ ലൈഫ് ഉണ്ടാക്കാനും നമ്മളെ കൊണ്ട് സാധിക്കും. ലങ് ക്യാൻസർ വന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞാൻ സ്മോക്കിംഗ് ചെയ്യില്ല എന്ന് പറയുന്നവരുണ്ട്. ഇത് പണ്ടേ ചെയ്താൽ ഈ ലെവലിലേക്ക് എത്തില്ല. പക്ഷെ അങ്ങനെ ഒരു ഡെഡ് ലൈൻ വരുമ്പോഴേ ചിലരൊക്കെ ആക്ട് ചെയ്യുള്ളൂ. So anyway, madam, thank you so much for this very elaborate session. അതിലിപ്പോ you have covered most of the things. ഇപ്പോൾ ഒരു കുട്ടിക്കും ഒരു പാരന്റിനും അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ് എന്തൊക്കെ difficulties they go through due to mobile addiction and positives and I have understood a lot. ഞാൻ എൻ്റെ സ്വയം ലൈഫിലും I'm sure I will try to make it a better life by avoiding small screens and focusing more on bigger screens and then gradually avoiding it. So സിനിമ ഹാളിൽ പോയിട്ട് സിനിമ കാണണമെന്ന് വരുമ്പോൾ നമ്മളെ തന്നെ റെസ്ട്രിക്ട് ചെയ്യും. എവറി അതർ ഡേ പറ്റുന്ന കാര്യമല്ലല്ലോ. ആൻഡ് ഷുവർലി ഞാനും ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യും. പ്രീച്ച് ചെയ്താൽ പോരല്ലോ. Correct. അപ്പൊ anyway, madam, thank you so much for coming on to MedVenture. It's a pleasure talking to you and looking forward for more interactions. And I hope our viewers also understand the importance of this topic, mobile addiction, and we as a society change and make our upcoming generation more eco-friendly rather than gadget friendly. Yeah. So thank you, madam. Thank you for calling me, for having me here, and all the very best for the MedVentures, because I believe this is an authentic area where you are taking the real people to talk on the subject. So all the very best. Thank you, madam.